ഹായ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ രണ്ടാമത്തെ ലെക്ചറാണിത്. ആദ്യത്തെ ലെക്ചർ കാണാത്തവർ ഓടിപ്പോയിട്ട് അത് കണ്ടിട്ട് വരിക കേട്ടോ. അപ്പൊ നമ്മൾ CUET UG ഫോക്കസ്ഡ് ആയിട്ടാണ് ഈ ഒരു ലെക്ചർ ചെയ്യുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. പക്ഷേ നീറ്റ് ആൻഡ് അതുപോലെ തന്നെ CBSE സ്റ്റുഡൻസിന് കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ബൈ പറയാൻ പറ്റിയില്ല, കാരണം ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം താഴെ വീണ് പൊട്ടിപ്പോയി സുഹൃത്തുക്കളെ, പൊട്ടിപ്പോയി. അതിനുശേഷം ഞാൻ ശരിയാക്കിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോ ഈ ഒരു പിക്ചർ കാണുന്നുണ്ട്, നമുക്ക് സമയം കളയാതെ പോവാം. എന്തൊക്കെയെന്ന് പഠിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഈ ഒരു പിക്ചർ കാണുന്നുണ്ട്, എന്ത് രസമല്ലേ കാണാൻ. നല്ല പൂത്തുലഞ്ഞ് നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയുടെ ദൃശ്യം അല്ലേ. ഇവൻ ആള് ഡേഞ്ചറാണ്. ഓക്കെ, ഇവൻ എന്താണ്, ആള് ഡേഞ്ചറാണ്. നമുക്ക് കുറേ അധികം പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ആളാ. അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത്. ഇവനെ കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ CUET എക്സാമിന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ആരുടെ ഇവൻ, എൻ്റെ പേരെന്താ പറഞ്ഞേ. അവൻ്റെ പേരാണ് പാർത്തീനിയം. ഓക്കെ, എന്താണ് പേര്? പാർത്തീനിയം. ക്യാരറ്റ് ഗ്രാസ് എന്നും നമ്മൾ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഓക്കെ, കണ്ടോ, പാർത്തീനിയം എന്ന് എഴുതിയിട്ട് ഞാൻ എന്തിനാ അണ്ടർലൈൻ ചെയ്തതെന്ന് മനസ്സിലായോ? അത് സയന്റിഫിക് നെയിം ആയതുകൊണ്ടാണ്. അപ്പൊ പാർത്തീനിയം ക്യാരറ്റ് ഗ്രാസ്. ഇവൻ എന്തുകൊണ്ടാണ് ഡേഞ്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവൻ എന്താ പ്രശ്നം ഉണ്ടാക്കിയത്? കുറേ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പല പല പ്രശ്നങ്ങൾ നമ്മൾ പല പല ചാപ്റ്ററിൽ പഠിക്കും. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്, നമ്മളിപ്പോൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എവിടം വരെയാണ് പറഞ്ഞത്? പോളൻ ഗ്രെയിൻ, അതിന്റെ എന്താണ് വെജിറ്റേറ്റീവ് സെല്ല്, ജനറേറ്റീവ് സെല്ല്. വെജിറ്റേറ്റീവ് സെല്ല് ഫുഡിന് വേണ്ടിയിട്ടുള്ളതാണ്. ജനറേറ്റീവ് സെല്ല് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് രണ്ടെണ്ണം ആവും. ചില ആൻജിയോസ്പേംസിൽ, അതായത് ഫ്ലവറിംഗ് പ്ലാന്റ്സിന് ഒരു 60%ലും അവര് ടു സെൽഡ് സ്റ്റേജ്, ഈ ഒരു വെജിറ്റേറ്റീവ് ജനറേറ്റീവ് ആ ഒരു ടു സെൽഡ് സ്റ്റേജിലാണ് ഡെഹിസൻസ് സംഭവിക്കുക, അതായത് പൊട്ടുക. പക്ഷെ ബാക്കിയുള്ളവരിൽ എന്താണ്, ത്രീ സെൽഡ് സ്റ്റേജിൽ, അതായത് ജനറേറ്റീവ് സെല്ല് വീണ്ടും രണ്ട് മെയിൽ ഗമേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് 40%ത്തിലും ത്രീ സെൽഡ് സ്റ്റേജിലാണ് അത് പുറത്തേക്ക് പോവുക. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പാർത്തീനിയം ക്യാരറ്റ് ഗ്രാസ് അതാണ് ബാക്കി. അപ്പൊ പോളനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തോ ആണ്. ഓക്കെ, ഇവന്റെ പോളൻ നമുക്ക് ഒരുപാട് പോളൻ അലർജി ഒക്കെ ഉണ്ടാക്കും കേട്ടോ. ഓക്കെ, ആസ്മ, ബ്രോങ്കൈറ്റിസ്, അതുപോലത്തെ കുറെ അസുഖങ്ങൾ ഉണ്ടാക്കും എന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും പറയുന്നുണ്ട്. അപ്പൊ ക്യാരറ്റ് ഗ്രാസ് എന്നാണ് പറയുന്നത്. ഇവനൊരു ആക്ച്വലി ഒരു വീടാണ്. ഓക്കെ, വീടെന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റേ വീടല്ല, കള. ഉം. ഒരു നമ്മുടെ വീറ്റ് കൊണ്ടുവരുന്ന സമയത്ത് അമേരിക്കയിൽ നിന്നാണെന്ന് തോന്നുന്നു, അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വീറ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത്, അവർ എക്സ്പോർട്ട് ചെയ്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സമയത്ത് ഇവിടെ വന്നപ്പോൾ അതിന്റെ കൂടെ അറിയാതെ കയറി പറ്റിയ ഒരുത്തനാണ് പാർത്തീനിയം എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് കുറേ എന്താണ് പടർന്ന് പന്തലിച്ച് കുറേ ചെടികളുടെ ന്യൂട്രിയൻസും സ്പേസും എല്ലാം എടുത്ത് നമ്മുടെ കുറേ സ്പീഷീസിനെയൊക്കെ എക്സ്റ്റൻഷന്റെ വക്കിലെത്തിച്ച ഒരാളാണ് പാർത്തീനിയം. അതൊക്കെ നമ്മൾ പഠിക്കും, ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷനിൽ പഠിക്കാനുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ പറയുന്നത് ഇവൻ എന്താ ചെയ്തതെന്ന് അറിയോ? ഇവന്റെ പോളൻ അലർജിയെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇവനൊരു പാർത്തീനിയം എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ഗ്രാസ് ആണെന്ന് ഓർത്തിരിക്കുക, പോളൻ അലർജി ഉണ്ടാക്കുന്ന ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ആരെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. അതിനുമുമ്പ് നമ്മൾ ഇന്നലെയും കുറെ ലെവൽസിലായിട്ടാണല്ലേ ഇതെല്ലാം പഠിച്ചത്. അപ്പൊ ഇന്നലെ ഞാൻ 4 ലെവലാ പറഞ്ഞത്, പക്ഷെ അത് 4 നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ റെക്കോർഡ് ചെയ്ത സാധനം താഴെ വീണ് പൊട്ടി. ആ അപ്പോൾ നമുക്ക് ഇന്ന് ഒരു 5 ലെവൽസ് ഇതും ഫുള്ളി കംപ്ലീറ്റ് ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാക്സിമം ട്രൈ ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു ചെറിയ പാർട്ടും കൂടെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ ആദ്യം എന്താണ്? മെയിൽ റീപ്രൊഡക്ഷൻ. മെയിൽ റീപ്രൊഡക്ഷൻ നമ്മൾ ഇന്നലെ തുടങ്ങിയതാണ്, ഇനി തുള്ളിയും കൂടെ ഉള്ളൂ, അത് കംപ്ലീറ്റ് ചെയ്യും. അതാണ് ആദ്യത്തെ ലെവൽ. അപ്പൊ ഫസ്റ്റ് ലെവൽ കഴിയും. സെക്കൻഡ് ലെവൽ എന്താണ്? ഞാൻ ഫുൾ എഴുതുന്നില്ല, ഫീമെയിൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, തേർഡ് ലെവൽ എന്താണെന്ന് നോക്കാം. ഇന്നലെ ഞാൻ പറഞ്ഞു, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു ടൈപ്സ് ഓഫ് പോളിനേഷൻ ആണ് നമ്മൾ, അത് മാത്രമേ പഠിക്കുള്ളൂ. പക്ഷെ ഈ ഒരു ലെവലിൽ നമ്മൾ ഫുൾ പോളിനേഷൻ പഠിക്കും. ഓക്കെ, ഫോർത്ത് ലെവലാണ് ഞാൻ പറഞ്ഞില്ലേ, ഇത് കഥയാണ് അല്ലേ. മെയില് ഫീമെയില് അത് കഴിഞ്ഞു. പിന്നെ അവരെങ്ങനെയാണ് ഒന്നിക്കുന്നത്, അവരുടെ കല്യാണം, ബ്രോക്കർ ചേച്ചിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അതാണ് പോളിനേഷൻ.
പോളിനേഷൻ കഴിഞ്ഞിട്ട് പിന്നെന്താ സംഭവിക്കണ്ട? ഒബ്വിയസ്ലി റീപ്രൊഡക്ഷൻ. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഡബിൾ ഫെർട്ടിലൈസേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അടിപൊളിയാണ്, അടിപൊളി കൺസെപ്റ്റ് ആണ് ഇത്. വേറെ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സിലല്ലാതെ വേറെ ഒരു സ്ഥലത്തും ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കില്ല. അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. പിന്നെ ഞാൻ ഇവിടെ കണ്ടോ ഒരു സെപ്പറേറ്റ് സാധനം വെച്ചേക്കുന്നത്, വളരെ ചെറിയ ടോപ്പിക്കാണ്, പക്ഷെ ഇവനെ പോലത്തെ ഒരു VIP ടോപ്പിക് കുറേ അധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള രണ്ടാൾക്കാരാണ് ഇവര്, അപ്പോമിക്സസ് ആൻഡ് പോളി എംബ്രിയോണി. അവർ സ്പെഷ്യലാണ് കേട്ടോ, അവർക്ക് കുറച്ച് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ കൊടുക്കണം. അതാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇനി. അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണ് നമ്മളെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ. ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള പടമല്ലേ, ഇതിനെക്കുറിച്ച് അധികം പറയേണ്ട ആവശ്യമുണ്ടോ? പറയാം. ബി പോളൻ. ഓക്കെ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുക, ടെക്സ്റ്റിലും അങ്ങനെയാണ് പറയുന്നത്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ബി പോളൻ എന്ന് പറയുന്നത്, നമ്മുടെ പോളൻ ഗ്രെയിൻ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ഫുൾ ഓഫ് ന്യൂട്രിയൻ റിച്ച് ആണ്. അപ്പൊ ഈ ഒരു സാധനം ഫുഡിന് പകരമായിട്ട് ന്യൂട്രിയൻ സപ്ലിമെന്റ്സ് ആയിട്ടും ഫുഡ് സപ്ലിമെന്റ്സ് ആയിട്ടും ബി പോളൻ ടാബ്ലറ്റുകൾ, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ എന്താണ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അത്ലറ്റ്സിനും അതുപോലെ റേസ് ഹോഴ്സസ്, കുതിരകൾ, അവർക്കൊക്കെ ഇത് ഒരു എനർജി സപ്ലിമെന്റ് ആയിട്ട്, ന്യൂട്രിയൻ സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എവിടെ നോക്കുക, അതുപോലെ ക്രീം ഉണ്ട്, എനർജി ഷെയ്ക്ക് ഉണ്ട്, ബി പോളൻ ഉണ്ട്, സോറി എക്സ്ട്രാക്ടർ ഉണ്ട്, സെറം പോലെ, അങ്ങനത്തെ കുറെ സാധനങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ഇതാണ് ബി പോളൻ, അതിനെക്കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മളെ കാത്തിരിക്കുന്നതാണ് വയബിലിറ്റി. ഓക്കെ, വയബിലിറ്റി എന്താ? വയബിലിറ്റി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കല്ലേ, ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളൊരു സാധനമാണ്. വയബിൾ ആണോ എന്ന് നോക്കുക. എന്താണ് ഈ വയബിലിറ്റി? വാട്ട് ഈസ് വയബിലിറ്റി? വയബിലിറ്റി എന്ന് വെച്ചാൽ ഒന്നുമില്ല, റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവായിട്ട്, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവായിട്ട് എത്ര നേരം, പോളൻ ഗ്രെയിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്, ഒരു പോളൻ ഗ്രെയിൻ എത്ര നേരം റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവായിട്ടിരിക്കും. അതായത് ആന്തർഡൈസൻസ് നടന്നു, പൊട്ടി പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പോളൻ ഗ്രെയിൻ എത്ര നേരം വയബിൾ ആയിട്ടിരിക്കും, അതിനെയാണ് വയബിലിറ്റി എന്ന് പറയുക. എത്ര നേരം റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആയിരിക്കും, എത്ര നേരത്തിന് ശേഷം വേറൊരു പൂവിൽ പോയി വീണാൽ ഒന്നും നടക്കില്ല, അതാണ് വയബിലിറ്റി. ഓക്കെ, അത് ഇവിടെ പറയുന്ന പോലെ ഭയങ്കര വേരിയബിൾ ആണ്. അത് ഒരു കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആണ് ഇരിക്കുന്നത്. കുറച്ച് കാര്യങ്ങളെ, ടെമ്പറേച്ചർ, പുറത്ത് എന്താണ് ടെമ്പറേച്ചർ, മഴയാണോ, ടെമ്പറേച്ചർ ആണോ, തണുപ്പാണോ, ഹ്യൂമിഡിറ്റി ആണോ, അത് ഭയങ്കര ചൂടാണോ, ജലാംശം ഇല്ലേ, അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് വരുന്ന എക്സാമ്പിൾസ് ആണ് റൈസിന്റെയും വീറ്റിന്റെയും എക്സാമ്പിൾ ആണ്. നമുക്ക് നമ്പർ എടുത്ത് എന്താണ് ഇവർ തന്നിട്ടുള്ളത് ടെക്സ്റ്റിൽ 30 മിനിറ്റ്സ് ആണ് റൈസിന്റെയും വീറ്റിന്റെയും വയബിലിറ്റി എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അവർ നമ്പർ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് കൊണ്ട്. അതുപോലെ തന്നെ റോസേഷ്യ എന്ന് വെച്ചാൽ എന്താ? റോസ്. ലെഗുമിനോഷ്യ. പിന്നെന്താണ് നമ്മളുടെ സോളനേഷ്യ എന്ന് വെച്ചാൽ പൊട്ടാറ്റോ, ടൊമാറ്റോ, ബ്രിഞ്ചാൽ. ഓക്കെ, അവരൊക്കെ വരുന്നതാണ് ഈ സോളനേഷ്യ ഫാമിലി. ഇത് ഫാമിലിയുടെ പേരാണ്, വരുന്നതെല്ലാം ഫാമിലിയാണ്. ഓക്കെ, നമ്മുടെ ഫാമിലിയുടെ പേരെന്താ? ഹോമിനിഡേ അല്ലേ? അത് നമ്മളെ 11th പഠിച്ചല്ലേ. അപ്പം ഇവരുടെയൊക്കെ ഫോർ മന്ത്സ് ആണ്, കുറെ മാസങ്ങളാണ്. അപ്പൊ എന്തായാലും മാസങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാനുള്ള ചാൻസ് കുറവല്ലേ. ഓക്കെ, ഇനി അടുത്താണ്. ഓക്കെ, വയബിലിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇനി സ്റ്റോറേജിന്റെ കാര്യം നോക്കാം. അതായത് നമ്മൾ ഇങ്ങനെ കേട്ടിട്ടില്ലേ, സ്പേം ഇങ്ങനെ കുറെ വർഷത്തിന് ശേഷം. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് കേട്ടാണ്, അതായത് ഒരു ഭാര്യയും ഭർത്താവും 20 വർഷത്തിന് മുമ്പെന്തോ അവരുടെ സ്പേം ആൻഡ് എഗ് ഫെർട്ടിലൈസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് 20 വർഷത്തിന് ശേഷം അവരെ കുട്ടിയെ വീണ്ടും ആദ്യം മുതൽ ജനിപ്പിച്ചു. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾ സിനിമയൊക്കെ കാണുന്നവരാണ്. ഞാൻ ഇപ്പോൾ കുറെ ഇതിലുണ്ട്. ഇപ്പൊ ഞാൻ ഗ്രേസ് അനാട്ടമി കാണുന്ന ആളാണ്. അപ്പൊ അതിനകത്ത് ഞാൻ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല. ഒരാള് അവരുടെ ക്യാൻസർ വരുന്ന സമയത്ത് റേഡിയേഷൻ കാരണം എഗ്സ് എല്ലാം പോവും എന്ന് വിചാരിച്ചിട്ട്
അത് ഫ്രീസ് ചെയ്ത് വെച്ച് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ സ്പേം എഗ് എല്ലാം ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും? അതുപോലെ തന്നെ നമ്മുടെ പോളൻ ഗ്രെയിനെ വെക്കാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ് ഫ്രീസ് ചെയ്ത് വെക്കുന്നത്? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വേണമെങ്കിൽ സ്റ്റാർ ഇട്ട് വയ്ക്കാം, സ്റ്റാർ ഇട്ട് വയ്ക്കാം. ഓക്കെ, ഇതിനെ ക്രയോ പ്രിസർവേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ക്രയോ പ്രിസർവേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ലിക്വിഡ് നൈട്രജനകത്ത്, എന്തിനകത്ത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. ലിക്വിഡ് നൈട്രജനകത്ത് -196 ഡിഗ്രി സെൽഷ്യസ്, -196 ആണ് ഐ ഗസ്. -196, എനിക്ക് തെറ്റില്ല. ഓക്കെ, -196 ഡിഗ്രി സെൽഷ്യസിൽ ലിക്വിഡ് നൈട്രജനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും പ്രിസർവ് ചെയ്ത് വെക്കാം എന്നാണ് പറയുന്നത്. അത് സീഡ് ആയിക്കോട്ടെ, സ്പേം ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ദേ, ഇവിടെ ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? സ്പേം ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഒന്നും കിട്ടാനില്ല. പിന്നെ അതുപോലെ സീഡ് ബാങ്ക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടിട്ടില്ലേ കർഷകർക്ക് വേണ്ടിയിട്ട്? അതൊക്കെയാണ് സ്റ്റോറേജ്. നിങ്ങൾക്ക് ഭാഗ്യമുള്ളവരല്ല, നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ കയറും. ഇപ്പൊ നമ്മളൊക്കെ ജനറ്റിക്സ് പഠിക്കുന്ന സമയത്ത് കുറേ ജനറ്റിക്സ്, അതുപോലെ ഹ്യൂമൻ ഫിസിയോ, ഇതിന്റെ എല്ലാം എന്താണ്, നമ്മൾ ഓരോ IVF സെന്ററിലേക്കൊക്കെ വിസിറ്റിന് പോയിട്ട് എന്ത് ചെയ്യും, അവിടെ നമ്മൾ നേരിട്ട് കാണാൻ പറ്റിയതെല്ലാം ക്രയോ പ്രിസർവേഷൻ. അതായത് IVF നമ്മൾ ICSI ഒക്കെ ഞാൻ വരും, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ വരുമ്പോൾ പറയാം. അപ്പൊ അങ്ങനെ ക്രയോ പ്രിസർവേഷൻ ഇതെങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നത്, അതിനൊരു ടാങ്ക് ഒക്കെ ഉണ്ട് ലിക്വിഡ് നൈട്രജന്റെ. അങ്ങനത്തെ കുറെ സാധനങ്ങൾ നമ്മൾ കാണും. ഓക്കെ, അപ്പോ നിങ്ങൾ കഷ്ടപ്പെടുന്നതിനും പഠിക്കുന്നതിനൊക്കെ അനുസരിച്ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷനും ഇങ്ങനെ തന്നാൽ എനിക്കൊരു സന്തോഷം. അപ്പൊ എന്താണ് അടുത്തായിട്ട് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? നമ്മുടെ ഏകദേശം കഴിഞ്ഞു, മെയിൽ എല്ലാം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലത്തിലേക്ക് വരാം. എന്താണ്? നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അപ്പോൾ മിക്ക ക്വസ്റ്റ്യനും എല്ലാം ഒരുപോലൊക്കെ തന്നെയാണ്. ഒന്നെങ്കിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആണ് കുറേ വരുന്നത്. പിന്നെ പിക്ചർ തന്നിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് പിക്ചേഴ്സ് മാത്രം എടുത്തിട്ട് വീഡിയോസ് ചെയ്യാം ഓരോ യൂണിറ്റിന്റെ. പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്ക്. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റും ഇൻകറക്റ്റും കാണും. അപ്പൊ എല്ലാവരും ചെയ്യുന്നൊരു തെറ്റാണ്, കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ നോക്കാത്തത്. അപ്പൊ അതൊന്ന് നോക്കുക കേട്ടോ. എബൌട്ട് സ്പോറോപോളനിൻ, എന്തിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് ആണ്? സ്പോറോപോളനിൻ ഫൗണ്ട് ഇൻ പോളൻ ഗ്രെയിൻ. അപ്പൊ ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും എന്ത് ചെയ്യും? ഞാൻ ആൻസർ ചെയ്യുന്ന നോക്കിയിരിക്കോ? ഇല്ല. പോസ് ചെയ്യുക, ആദ്യം സ്വയം ആൻസർ കണ്ടെത്താൻ പറ്റുമോ നോക്കുക, എന്നിട്ട് ഞാൻ പറയുന്ന എക്സ്പ്ലനേഷൻ മാത്രം കേൾക്കുക. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോക്കിയേ, ഇതിലേതാണ് ശരി എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഓരോരോ ഓപ്ഷൻ ആയിട്ട് നോക്കാം അല്ലെ. ഇതിനകത്ത് ഇതെങ്ങനെയാണെന്നറിയോ? ഒന്ന് കാണും, രണ്ടെണ്ണം കാണും, ചിലപ്പോൾ ശരി, ചിലപ്പോൾ മൂന്നെണ്ണം കാണും. അതുകൊണ്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുക. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് എല്ലാം വായിച്ച് ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് അവസാന ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. ഓക്കെ, അല്ല നേരെ ഇങ്ങോട്ട് പോകരുത്. അപ്പൊ നമുക്ക് നോക്കി കളയാം. The hard outer layer of pollen grains is made up of sporopollenin. കറക്റ്റ് ആണോ? ഹാർഡ് ഔട്ടർ ലെയർ ഏതാ? ഔട്ടർ ആരെയാ നമ്മൾ പുറത്താക്കുന്നതെന്ന് ഞാൻ പറഞ്ഞേ? എക്സ് വൈഫ്, എക്സ് ഹസ്ബൻഡ്, എക്സ് ബോയ് ഫ്രണ്ട്, കടക്ക് പുറത്ത്. ഔട്ടർ ലെയർ. അപ്പൊ എക്സൈൻ ആണ് അല്ലേ? എക്സൈൻ സ്പോറോപോളിനും വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ആണ്, ഒബ്വിയസ്ലി നമുക്കറിയാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽസ് നോൺ. ഇതൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. അപ്പൊ ഇതും കറക്റ്റാ. ഇറ്റ് ഡസ് നോട്ട് വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് സ്ട്രോങ് ആസിഡ്. ഇപ്പൊ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കാത്ത ആളാണെങ്കിൽ ഹൈ ടെമ്പറേച്ചർ, സ്ട്രോങ് ആസിഡ്, ഇതെല്ലാം ഞാൻ ഇന്നലെ കണ്ടതാ, ശരിയാണ് എന്ന് പറയും. പക്ഷെ ശരിയാണോ? അല്ല. കാരണം ഇവിടെ എന്താ നമ്മളെ പറ്റിക്കാൻ വേണ്ടി അവർ തന്നേക്കുന്നത്? ഇറ്റ് ഡസ് നോട്ട് വിത്ത്സ്റ്റാൻഡ്. ടെക്സ്റ്റിൽ വിത്ത്സ്റ്റാൻഡ് എന്ന് തന്നിട്ടുണ്ട്, ഇവര് ഡസ് നോട്ട് വിത്ത്സ്റ്റാൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്? ഈ ആൻസർ തെറ്റാണ്, സി തെറ്റാണ് എന്നും പറഞ്ഞാൽ നമുക്ക് A, B എന്ന് മാത്രം കൊടുക്കാൻ പറ്റുമോ? വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ ഡിയും കൂടെ വായിച്ചു നോക്കണ്ടേ?
ഡി എന്താ പറയുന്നത് നോക്ക്. നോ എൻസൈം ക്യാൻ ഡീഗ്രേഡ് ഇറ്റ്. പറ്റോ? ഡീഗ്രേഡ് ചെയ്യാൻ പറ്റോ? ഇല്ല. കറക്റ്റ് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എയും ബിയും ഡിയും കറക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ നമ്പർ 2 ആണ് കറക്റ്റ് എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് നോക്കിക്കളയാം. നോക്കുമ്പോ യെസ്, ഓപ്ഷൻ നമ്പർ 2 ആണ് കറക്റ്റ്. ഓക്കെ, അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യാം. നമുക്ക് അടുത്ത എങ്ങോട്ടേക്ക് പോവാം? എങ്ങോട്ടേക്ക് പോവാം? അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ആൻജിയോസ്പേംസ് ഡ്യൂറിങ് മൈക്രോസ്പോറോജനസിസ്. സോറി, എനിക്ക് ആ സൈഡ് കാണുന്നില്ല, അതുകൊണ്ടാണ്. ഇൻ ആൻജിയോസ്പേംസ് ഡ്യൂറിങ് മൈക്രോസ്പോറോജനസിസ് മിയോസിസ് ഒക്യോസൻ. ഓക്കെ, ആൻജിയോസ്പേംസ് എന്ന് വെച്ചാൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. മൈക്രോസ്പോറോജനസിസ് അതിനകത്ത്. നമുക്കറിയാം എന്താണ് മൈക്രോസ്പോറോജനസിസ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് വെറുതെ സമയം വീണ്ടും കളയുന്നില്ല. ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഓടിപ്പോയി ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട്. മിയോസിസ് ഒക്യോസിൻ. മിയോസിസ് എവിടെയാ, ആർക്കാണ് നടക്കുന്നത്? ഇതൊക്കെ നമ്മൾ പഠിച്ച നമ്മുടെ ഡെഫിനിഷൻ തന്നെ എങ്ങനെയായിരുന്നു മൈക്രോസ്പോറോജനസിന്റെ. ഒന്നുകൂടെ വീഡിയോ കാണാൻ പോയവരിപ്പോ മണ്ടന്മാരായി, കാരണം ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരികയാണ്. സോറി. പോളൻ മദർ സെൽ അല്ലെങ്കിൽ MMC അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ പോളൻ, അതിന് മിയോസിസ് നടക്കുമ്പോൾ കിട്ടുന്ന എന്താണ്? അതിന് മിയോസിസ് നടന്നിട്ട് നമുക്ക് മൈക്രോസ്പോർ കിട്ടുന്ന ഈ ഒരു പ്രോസസ്സിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോസ്പോറോജനസിസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിൽ നോക്ക്, PMC, MMC, PP, ഇതിൽ ഏത് പേര് വേണമെങ്കിലും വരാം. ഏതെങ്കിലും ഉണ്ടോ നോക്ക്. MMC ഉണ്ടല്ലേ, മൈക്രോസ്പോർ മദർ സെൽ. വേണമെങ്കിൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടി മെഗാസ്പോർ എന്ന് എഴുതിയേക്കും. അപ്പൊ അത് തെറ്റാണ്, മൈക്രോസ്പോർ മാത്രമാണ് കറക്റ്റ്. എന്തുകൊണ്ട് എൻഡോത്തീഷ്യം തെറ്റാണ്? ബാക്കിയെല്ലാം എന്തുകൊണ്ട് തെറ്റാന്ന് അറിയണ്ടേ? ബാക്കിയെല്ലാം എന്തുകൊണ്ട് തെറ്റാന്ന് അറിയണ്ടേ? എന്തുകൊണ്ടാ തെറ്റ്? എൻഡോത്തീഷ്യം എന്ന് വെച്ചാൽ എന്താ? കേക്കട്ടെ, ഓർമ്മയുണ്ടോ? 4 ലെയേഴ്സ്. എന്തിന്റെ 4 ലെയേഴ്സ്? മൈക്രോസ്പോർ സോറി, മൈക്രോസ്പോറാൻജിയം. അതിന്റെ 4 ലെയേഴ്സ് ഓർമ്മയുണ്ടോ? എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയേഴ്സ്, ടപ്പേട്ടം. അതിലൊന്നാണ് എൻഡോത്തീഷ്യം. അപ്പോൾ അതുകൊണ്ട് അത് തെറ്റാണ്. പോളൻ ഗ്രെയിൻ എന്ന് വെച്ചാൽ മൈക്രോസ്പോറോജനസിസും കഴിഞ്ഞ് മൈക്രോസ്പോറും ഉണ്ടായി. അതിന്റെ മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടായി. അവരെല്ലാം കെട്ടിപ്പിടിച്ചിരിക്കുന്ന 4 പേര് ഓർമ്മയുണ്ടോ ഇന്നലത്തെ കഥ? എന്നിട്ട് അവര് പിരിഞ്ഞ് അവര് 4 പേരും സെപ്പറേറ്റ് വളർന്ന് വലുതാവുമ്പോഴാണ് അവർ പോളൻ ഗ്രെയിൻ ആവുന്നത്. അപ്പൊ അത് തെറ്റാണ്. ടപ്പേട്ടം ഈ എൻഡോത്തീഷ്യം പോലെ തന്നെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ആണ്. എന്തിന്റെ? മൈക്രോസ്പൊറാൻജിയത്തിന്റെ. ഓക്കെ, നേരത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാനിങ്ങനെ ഓടിച്ചോടിച്ച് വിടുന്നത്. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താന്ന് ഇന്നലെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്താണ് ഇതിന്റെ അർത്ഥം? ലെവൽ 2 കംപ്ലീറ്റഡ്. സോറി, ഇന്നത്തെ വീഡിയോ വെച്ച് നോക്കുകയാണെങ്കിൽ ലെവൽ 1 കംപ്ലീറ്റഡ്. അതായത് നമ്മൾ മെയിൽ റീപ്രൊഡക്ഷൻ കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, മെയിൽ റീപ്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി എന്താണ്? മെയിൽ കഴിഞ്ഞാൽ ഫീമെയിൽ. ഫീമെയിലിന് എന്താ? ഓക്കെ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ്സ്. ഇത് ഭയങ്കര എളുപ്പമാണ്. നമ്മൾ മെയിൽ പഠിച്ചുകൊണ്ട് തന്നെ കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാം, പെട്ടെന്ന് തീരും. ഓക്കെ, ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള കാര്യമാണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഗൈനീഷ്യത്തിനകത്തുള്ള ഒരേ ഒരാളാണ് പിസ്റ്റിൽ, അല്ലെങ്കിൽ വേറെ പേരാണ് കാർപ്പൽ. ഓക്കെ, പിസ്റ്റലിന്റെ സ്ട്രക്ചർ നമ്മൾ കണ്ടതാണ്. എന്താ? ഒരു ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്, സ്റ്റിഗ്മ. ഒരു ട്യൂബ് ഉണ്ട്, സ്റ്റൈൽ. ഓക്കെ, പിന്നെ അടിയിൽ ഒരു ഓവറി ഉണ്ട്. പിന്നെ ഇവിടെ എക്സ്ട്രാ ഒരാളെ കൊടുത്തിട്ടുണ്ട്, തലാമസ്. തലാമസിനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? നമ്മള് ആന്തർ കുട്ടനെ പഠിച്ചപ്പോൾ തലയുണ്ട്, ഫിലമെന്റ് ഉണ്ട്. അവന്റെ പ്രോക്സിമൽ എൻഡ് തലാമസിലാണ് ജോയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു, പെറ്റലിൽ. അപ്പൊ അത് അത്രേ ഉള്ളൂ. ഓവറിയും എവിടെയാണ് ജോയിൻ ചെയ്യുന്നത്? തലാമസിലാണ് ജോയിൻ ചെയ്തത്. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം പഠിച്ചു കളയാം. എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ പിസ്റ്റിൽ ഉള്ളതനുസരിച്ച് നമുക്ക് പ്ലാന്റ്സിനെ, ഫ്ലവേഴ്സിനെ വേറെ വേറെ ആയിട്ട് തിരിക്കാൻ പറ്റും. ഓക്കെ, പിസ്റ്റിൽ ഉള്ളതനുസരിച്ച് ഫ്ലവേഴ്സിനെ ആദ്യം ഞാൻ രണ്ടായിട്ട് തിരിക്കുകയാണ്. ഒന്ന് മോണോ കാർപ്പലറി. ഓക്കെ,
മോണോ കാർപ്പലറി. രണ്ടാമത്തത് മൾട്ടി കാർപ്പലറി. മോണോ കാർപ്പലറിയും മൾട്ടി കാർപ്പലറിയും. അപ്പൊ ഞാൻ പറഞ്ഞു ബയോളജി സ്റ്റുഡൻസ് ആണ് നമ്മൾ. നമുക്ക് വാക്കിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ കട്ട് ചെയ്ത് കളയും അല്ലെ? മോണോ കാർപ്പലറി. മോണോ എന്ന് വെച്ചാൽ എന്താ? ഒന്ന്. കാർപ്പലറി എന്ന് വെച്ചാൽ എന്താ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിസ്റ്റലിന് വേറെ പേര് പഠിപ്പിച്ചത്. കാർപ്പൽ എന്താ? ഒരു കാർപ്പൽ മാത്രമുള്ള ആൾക്കാരെയാണ്, അല്ലെങ്കിൽ ഒരു പിസ്റ്റൽ മാത്രമുള്ള ആൾക്കാരെയാണ് നമ്മൾ മോണോ കാർപ്പലറി എന്ന് പറയുക. ഒന്നിലധികം, രണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, ഒന്നിലധികം എത്രയുണ്ടോ അവരെല്ലാം മൾട്ടി കാർപ്പലറി കാർപ്പലറിയാണ് കാർപ്പലറിയാണ് ഓക്കെ. മൾട്ടി എന്ന് വെച്ചാൽ എന്താ? മൾട്ടിമീഡിയ, മൾട്ടിപ്ലക്സ്, മൾട്ടി സ്പെഷ്യാലിറ്റി, ഒരുപാട്, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി നോക്ക്, ഇത് ഇനി ഇവരെ വീണ്ടും നമുക്ക് തിരിക്കാം. ഓക്കെ, ഇവരെ വീണ്ടും നമുക്ക് തിരിക്കാം. എങ്ങനെ തിരിക്കും നോക്കിയേ? ആരെയാ തിരിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് മോണോ കാർപ്പലറിയെ ഇനി തിരിക്കാൻ നമ്മൾ പോകുന്നില്ല. നമ്മൾ ആരെയാ തിരിക്കാൻ പോകുന്നത്? മൾട്ടി കാർപ്പലറിയെ നമ്മൾ വീണ്ടും തിരിക്കും. ഓക്കെ, മൾട്ടി കാർപ്പലറിയെ എന്ത് ചെയ്യും? വീണ്ടും തിരിക്കും. ഒന്ന് സിൻകാർപ്പസ്, സിൻകാർപ്പസ്. രണ്ട് അപ്പോകാർപ്പസ്. തെറ്റോ? എനിക്ക് തെറ്റോ? നോക്കിക്കളയാം. ഇല്ല, എനിക്ക് തെറ്റില്ല. അപ്പോകാർപ്പസ്. ഓക്കെ, സിൻകാർപ്പസ്, അപ്പോകാർപ്പസ്. അപ്പൊ മൾട്ടി കാർപ്പലറി, അതായത് ഒരുപാട് കാർപ്പൽസ് ഉള്ള ആൾക്കാരെ വീണ്ടും നമുക്ക് തിരിക്കാം. സിൻകാർപ്പസ്. കാർപ്പസ് എന്ന് വെച്ചാൽ കാർപ്പലിനെ കുറിച്ച് തന്നെയാണ് പറയാൻ. സിൻകാർപ്പസ് അവരൊരു സിംഗിലായിരിക്കും. അവരിങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് കെട്ടിപ്പിടിച്ച്. ഓക്കെ, അപ്പൊ ഇത് എന്ത് കാർപ്പസ് ആണ്? സിൻകാർപ്പസ് ആണ്. എക്സാമ്പിൾ പഠിച്ചു വെച്ചോ, പെപ്പാവർ. ഒരു മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാൻ പറ്റിയ സാധനമാണ്, പ്രത്യേകിച്ച് ഇമേജിലുള്ളത് കൊണ്ട്. ഓക്കെ, പെപ്പാവർ എന്ന് പറയുന്ന പ്ലാന്റ് സിൻകാർപ്പസ് ആണ്. സിൻകാർപ്പസ് എന്ന് വെച്ചാൽ എന്താ? അവര് കുറെ അത് മൾട്ടി കാർപ്പലറിയുടെ ഒരു ഭാഗമാണ്. എന്താ അതിന്റെ അർത്ഥം? എന്താ? കുറെ കാർപ്പൽസ് ഉണ്ട്. ആ കാർപ്പൽസ് എല്ലാം എന്താണ്? ഒരുമിച്ച് ദേ ആർ ഫ്യൂസ്ഡ് ടുഗെദർ. ഓക്കെ, ഇതാണ് വാക്ക് വരിക, ദേ ആർ ഫ്യൂസ്ഡ് ടുഗെദർ. ഇനി അപ്പോകാർപ്പസ് എന്ന് വെച്ചാൽ ഫ്യൂസ്ഡ് അല്ല, ദേ ആർ സെപ്പറേറ്റ്. ഓക്കെ, കാർപ്പൽസ് റിമെയിൻ ഫ്രീ. ഓക്കെ, ഫ്രീ ആയിട്ടുള്ള കാർപ്പൽസ്, അതാണ് അപ്പോകാർപ്പൽസ്. അതിന്റെ എക്സാമ്പിൾ ഓർത്തിരിക്കുക, മിഷേലിയ, 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 പെപ്പാവർ, മിഷേലിയ, പെപ്പാവർ, മിഷേലിയ. പഠിച്ചു വെച്ചോ. സിൻകാർപ്പസ്, പെപ്പാവർ, അപ്പോകാർപ്പസ്, മിഷേലിയ. എക്സാമ്പിൾ ഞാൻ പഠിക്കാൻ പറയുന്നത് കാരണം കുറെ ഇങ്ങനെ നമ്മുടെ മാച്ച് ദ ഫോളോയിങ്ങിൽ ഇങ്ങനത്തെ എക്സാമ്പിൾസ് ആണ് വരിക. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കിനി അടുത്ത് എന്താ പഠിക്കാനുള്ളത് നോക്കാം. നമുക്കിനി അടുത്ത് എന്താ പഠിക്കാനുള്ളത്? നമ്മളുടെ ഒരു ക്വിസ് ആയിട്ട് തന്നെ വിചാരിച്ചു ഇതിനെ. നമ്മൾ നേരത്തെ പഠിച്ച അതുകൊണ്ടാ. ലാൻഡിംഗ് പ്ലാറ്റ്ഫോം, ഇത് നമ്മൾ ഓവറിയുടെ പാർട്സ് ആണ്, സോറി, പിസ്റ്റൽ അല്ലെങ്കിൽ കാർപ്പലിന്റെ പാർട്സ് ആണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും ഇത് കണ്ടപ്പോ. അപ്പോ അതിലെ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ പോളിംഗ് ഗ്രെയിൻസ് ഏതാ? ഇത് കണ്ടിട്ട് ലാൻഡ് ചെയ്യാൻ ആകെ ഹെലിപാഡ് പോലൊക്കെ ഇരിക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ, സ്റ്റിഗ്മ. അപ്പൊ സ്റ്റിഗ്മയാണ് സോഷ്യൽ സ്റ്റിഗ്മ അല്ലേ? പിന്നെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള, ഇലോങ്ങേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും, നീളമുള്ള, സ്ലെൻഡർ, വണ്ണം കുറഞ്ഞ പാർട്ട് ബിനീത്ത് സ്റ്റിഗ്മ. സ്റ്റിഗ്മയുടെ താഴെയുള്ളത് ആരാ? സ്റ്റൈൽ. നല്ല സ്റ്റൈൽ അല്ലേ? എന്റെ ഈ സ്റ്റൈൽ അല്ലേ? ഓക്കെ, ഇതേപോലെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആന്തറിൽ ഇലോങ്ങേറ്റഡ്, സ്ലെൻഡർ, ബിനിയത്ത്. സ്റ്റിഗ്മയ്ക്ക് പകരം ഞാൻ ആന്തർ എന്ന് എഴുതിയാൽ ഫിലമെന്റ്, ഫിലമെന്റ് ആണ് അത്. അപ്പൊ ഇതൊക്കെ ഞാൻ റിവിഷൻ പോലെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ. അടുത്ത ബേസൽ ബൾജ്ഡ് പാർട്ട്, അതായത് ബേസിലുള്ള ബൾജ് ചെയ്ത പാർട്ട് ഏതാ? ഇത് ഒവ്യൂൾ എന്ന് എഴുതരുത്, കാരണം അത് അതിനകത്തുള്ളതാണ്. ഓവറി, ഓവറി. ഇതെല്ലാം എന്തിന്റെ പാർട്സ് ആണ്? പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പലിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പാർട്സ് ആണ്. പക്ഷെ ഇനിയും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെ പഠിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഓവറിയുടെ സ്ട്രക്ചർ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഓവറി നമുക്കറിയാം, സ്റ്റൈല്, സ്റ്റിഗ്മ, ഓവറി, ഇത്രയും കാര്യങ്ങൾ നമുക്കറിയായിരുന്നു. ഇനി ഓവറി നമുക്കറിയാം. ഓവറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബേസൽ ബൾജ്ഡ് പാർട്ട്, ഏറ്റവും താഴെയുള്ള ഉണ്ട. വേറെ ഉണ്ട ഉണ്ടായിരുന്നു, മൈക്രോസ്പൊറാൻജിയത്തിന് നടുക്ക്. ആ ഉണ്ടല്ല, ഇത് വേറെ ഉണ്ട. ഓക്കെ,
ഈ ഓവറി ഉണ്ടക്കകത്ത്, ഓവറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കുടമാണെന്ന് വിചാരിച്ചോ, അതായത് ഇപ്പൊ ഒരു ഫ്ലവർ വേസ് ഒക്കെ ആണെന്ന് വിചാരിച്ചോ, അപ്പൊ ഇതിനകത്തെല്ലാം എന്താണ്, ഹോളോ അല്ലേ, കുറെ കുഴിയല്ലേ. ആ കുഴി 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 എന്നല്ല ഉദ്ദേശിച്ചത്, കുറെ സ്പേസ് അല്ലേ, ഹോളോ സ്പേസ്, ഒന്നുമില്ലായ്മ, ഒരു ക്യാവിറ്റി. ബയോളജിയിൽ അതിനെ ക്യാവിറ്റി എന്നല്ലേ പറയുന്നത്. അപ്പൊ ഓവറിയുടെ ക്യാവിറ്റി ആയിട്ട് നമ്മൾ അതിനെന്തെന്ന് വിളിക്കും, ഒവേറിയൻ ക്യാവിറ്റി എന്ന് വിളിക്കും. പക്ഷെ നമുക്ക് ആ പേര് മാത്രമല്ല പഠിക്കാനുള്ളത്, അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു പേരാണ് ലൊക്യൂൾ എന്ന് പറയും. ലോക്യൂൾ, ലോക്യൂൾ ആണ് നമ്മുടെ ഒവേറിയൻ ക്യാവിറ്റി. അതായത് ഈ വെറുതെ കിടക്കുന്ന ഈ ഒരു സ്ഥലം, അതാണ് ഒവേറിയൻ ക്യാവിറ്റി അല്ലെങ്കിൽ ലോക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ഒവേറിയൻ ക്യാവിറ്റിക്കകത്ത് എന്തുണ്ട്, ഈ സാധനങ്ങൾ കണ്ടോ, ഒരു തണ്ട് പോലെ, നമ്മളുടെ എന്താണ് ഈ സ്റ്റൈലിന്റെ നടുക്കൂടെ വരുന്ന ഈ സാധനത്തിന്റെ സൈഡിലേക്ക് തണ്ട് തണ്ട് പോലെ പുറത്തോട്ട് നിൽക്കുന്നു. അതാണ്, കേട്ടിട്ടുണ്ടായിരിക്കും ഇത്, മനുഷ്യരിൽ മാത്രമല്ല പ്ലാന്റ്സിലുണ്ട്, പ്ലസെന്റ. പ്ലസെന്റയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ പഠിക്കാം, ഇപ്പൊ ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, ഇനി പ്ലസെന്റയ്ക്കകത്ത് ഞാൻ പറയില്ല, കുറെ പേരുടെ ഒരു കൺഫ്യൂഷൻ അതാണ്. പ്ലസെന്റയ്ക്ക് അകത്താണ് ഓവ്യൂൾ എന്നാണ് അവർ പഠിച്ചു വയ്ക്കുക. പക്ഷെ പ്ലസെന്റയ്ക്ക് അകത്തല്ല ഓവ്യൂള്, പിന്നെന്താണ്, പ്ലസെന്റയിൽ നിന്ന്, ദേ അറൈസ് ഫ്രം പ്ലസെന്റ, പ്ലസെന്റയിൽ നിന്ന് വരുന്ന ഒരു സാധനം, പ്ലസെന്റയായിട്ട് ചേർന്നിരിക്കുന്ന ഒരു സാധനമാണ് ഒവ്യൂൾ. അത് നിങ്ങൾക്ക് കാണാം, ഈ വൈറ്റ് വൈറ്റ് കളർ. അപ്പൊ ഇത് ഓർത്തിരിക്കുക, ഓവറി ഉണ്ട്, ഓവറിക്കകത്ത് എന്തുണ്ട്, ഒവേറിയൻ ക്യാവിറ്റി അല്ലെങ്കിൽ ഒക്യൂൾ ഉണ്ട്, അതിനകത്ത് എന്തുണ്ട്, പ്ലസെന്റ ഉണ്ട്, പ്ലസെന്റയ്ക്കകത്ത് ചേർന്നിരിക്കുന്ന സാധനമാണ് നമ്മുടെ എന്ത്, ഒവ്യൂൾ എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഒരു ഒവ്യൂൾ മാത്രമുള്ളെങ്കിൽ അതിന്റെ എക്സാമ്പിൾസ് ആണ് വീറ്റ്, പാഡി, മാംഗോ. ഓക്കെ, അതുപോലെ മെനി ഒവ്യൂൾ, കുറെ ഒവ്യൂൾ ഉള്ളവരാണ് പപ്പായ, വാട്ടർമെലോൺ, ഓർക്കിഡ്. ഇതെങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും, നിങ്ങളൊന്ന് നോക്കിയേ. വീറ്റ്, പാഡി, മാംഗോ. മാംഗോയ്ക്ക് എത്ര സീഡ് ഉണ്ട്, എത്ര കുരു ഉണ്ട്, ഒന്ന് അല്ലെ. വീറ്റ്, പാഡി എല്ലാം അങ്ങനെ തന്നെ. പക്ഷെ ഇവരെ നോക്ക്, പപ്പായ, പപ്പായ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ തുറന്ന ഇങ്ങനെ നിറഞ്ഞു കിടക്കുമായിരിക്കും അല്ലേ. ഇഷ്ടമല്ല ആ പപ്പായയുടെ കുരു കാണുന്ന. വാട്ടർമെലോണിന്റെ കുരു പിന്നെ ഞാൻ സഹിക്കും, തുപ്പിക്കളയാം. അപ്പൊ ആ വാട്ടർമെലോൺ അതിനകത്തൊക്കെ എത്ര കുരു അല്ലേ. അപ്പൊ കുറെ കുരു ഉള്ളവർക്ക് കുറെ ഒവ്യൂൾ ഉണ്ട്, ഒരു കുരു മാത്രമാണെങ്കിൽ അവർക്ക് ഒരു ഒവ്യൂളേ ഉള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, അതിൽ നമുക്ക് എന്താ മനസ്സിലാക്കണ്ടേ, ഒവ്യൂളാണ് പിന്നെ എന്തായിട്ട് മാറുന്നത്, നമ്മുടെ കുരുവായിട്ട് മാറുന്നത്. ഓക്കെ, അതിപ്പോ ഓർത്തിരുന്നോ. ഇപ്പൊ നമുക്ക് ഞാനൊരു ക്ലൂ തന്നേ ഉള്ളൂ, ഇതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാനുള്ള സാധനം, അതായത് ഈ ഒരു ചാപ്റ്ററിന്റെ എൻഡിലേക്ക്. ഇപ്പോഴേ അത് പഠിച്ചു വെച്ചാൽ പിന്നെ നമുക്ക് അപ്പോഴത്തേക്ക് കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മളെ കാത്തിരിക്കുന്ന ആരാന്ന് നോക്കാം. നമ്മൾ എങ്ങനെ വരുന്നതല്ലേ, നമ്മളിങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വരികയാണ്. അതായത് നമ്മൾ ആദ്യം ഫ്ലവർ കണ്ടു, ഫ്ലവറിനകത്തെ ആൻഡ്രീഷ്യം ഗൈനീഷ്യം കണ്ടു. ആൻഡ്രീഷ്യം പോട്ടെ, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞുകൊണ്ട് ഞാൻ അതിന് വിട്ടു. ഇനി ഗൈനീഷ്യം, നമ്മൾ ഗൈനീഷ്യം നോക്കി, എന്നിട്ട് അതിനെ ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ പിസ്റ്റിലാന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഒരു പിസ്റ്റിൽ എടുത്തു, അതിന്റെ സ്ട്രക്ചർ നോക്കി, സ്റ്റൈല്, സ്റ്റിഗ്മ, ഓവറി. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഓവറി എടുത്തു, ഓവറിയുടെ സ്ട്രക്ചർ നോക്കി, എന്താ, ഒവേറിയൻ ക്യാവിറ്റി, പ്ലസെന്റ, ഒബ്യൂൾ. ഇനി നമ്മളപ്പോ എന്തെടുക്കും, അതിലേറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാരാ, സോറി, ഒവ്യൂൾ ആണ് അല്ലേ. എന്താണ്, ഒവ്യൂൾ ആണ്. ഒവ്യൂൾ അല്ലെങ്കിൽ ഒവ്യൂളിന്റെ വേറെ പേരെന്താ, മെഗാസ്പൊറാഞ്ചിയം. മെഗാസ്പൊറാഞ്ചിയം എന്ന് തുടങ്ങി കേട്ടിട്ടുണ്ടോ, മൈക്രോസ്പോർ ഉണ്ടാക്കുന്ന സെല്ലായിരുന്നു മൈക്രോസ്പൊറാഞ്ചിയം, ഓർമ്മയുണ്ടോ, ആന്തറിന്റെ. അതുപോലെ മെഗാസ്പോർ, അതായത് ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ആയിട്ടുള്ള മെഗാസ്പോർ ഉണ്ടാക്കുന്ന നമ്മളുടെ സെല്ലാണ് മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഒവ്യൂൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒവ്യൂളിന്റെ സ്ട്രക്ചർ ആണ്. എന്താണ് ഒവ്യൂളിന്റെ സ്ട്രക്ചർ ആണ്. അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഇങ്ങനെ പറയുന്നതിനേക്കാളും നല്ലത് നമുക്ക് തന്നെ ഇത് വരയ്ക്കാൻ പഠിക്കാവുന്നതേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഇതൊക്കെ 12th എക്സാം കഴിഞ്ഞിട്ടില്ല ഇതുവരെയെങ്കിലും, കഴിഞ്ഞ കാണും ഒബ്വിയസ്ലി, ഇപ്പം ഏപ്രിലായല്ലോ. ഇത് നേരത്തെ പഠിക്കണ്ടായിരുന്നു എന്നല്ലേ. അപ്പൊ നമുക്ക് നമ്മളെ ഏറ്റവും നടുക്കൊരു സാധനം വരയ്ക്കും, അതാണ് നമ്മുടെ എംബ്രിയോ സാക്ക്, അതാണ് നമ്മളുടെ എന്ത്, ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് എംബ്രിയോ സാക്ക് ആണ്. ഓക്കെ, അത് നമ്മൾ പഠിക്കും പഠിക്കും, പേടിക്കണ്ട. ഞാൻ പറയുന്നൊന്നും കേട്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ പേടിക്കണ്ട. എന്നിട്ട് ഓക്കെ, അതിനെ ഞാനൊന്ന് കുറച്ച് കട്ടിയിൽ കളർഫുൾ ആയിട്ട് ഇട്ടേക്കാം.
ഞാൻ ഈ പിങ്ക് എടുത്ത ഇവിടെ പച്ച എന്നാണ്, അല്ലെങ്കിൽ ഞാൻ പച്ച തന്നെ എടുത്തേനെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന് മേളിൽ കൂടെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് കൊടുക്കും, ഇതിനെ സംരക്ഷിക്കാൻ. കുറച്ചുകൂടി ഇങ്ങനെ ഇങ്ങനെയല്ല, കുറച്ചുകൂടി ഇങ്ങനെ എന്താ പറയാ, ഒരു ആർച്ച് പോലെ കൊടുക്കാം. അതായത് പ്രൊട്ടക്റ്റ് ചെയ്യല്ലടാ, ഒന്ന് ഇങ്ങനെ കോണാവുന്നത് പോലെ. ഓക്കെ, ന്യൂസെല്ലസ്. ഇതിനെയാണ് ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്ക്, എംബ്രിയോസാക്ക് കഴിഞ്ഞു, എംബ്രിയോസാക്കിന് തൊട്ട് പുറത്തുള്ളതാണ് ന്യൂസെല്ലസ്. ഇനി ഈ ന്യൂസെല്ലസിനെയും എംബ്രിയോസാക്കിനെയും എല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് സാധനങ്ങളുണ്ട്, എൻവലോപ്പ് പോലത്തെ സാധനങ്ങൾ നമ്മൾ പറയും. ഓക്കെ, ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഇൻഡഗ്യുമെന്റ് എന്ന് പറയാം. നമ്മുടെ സ്കിന്നിനെ അല്ല നമ്മൾ ഇൻഡഗ്യുമെന്റ് എന്ന് വിളിക്കുക, ഇൻഡഗ്യുമെന്ററി സിസ്റ്റം എന്ന് പറയാം. അതുപോലെ ഇതിന്റെയും പുറത്ത് എന്തുണ്ട്? ഇൻഡഗ്യുമെന്റ് ഉണ്ട്. ഒന്നല്ല, രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ ഒരെണ്ണം വരയ്ക്കാം, ഇവിടെ ഒരെണ്ണത്തിന്റെ പകുതി വരയ്ക്കാം, കാരണം അപ്പുറത്ത് കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെയും അതിന്റെ മേളിൽ കൂടെ ആദ്യം നമ്മൾ വരച്ചാണ് ഇന്നർ ഇൻഡഗ്യുമെന്റ്, ഇത് രണ്ടും, ഇതും ഇന്നർ ഇൻഡഗ്യുമെന്റ്, അകത്തുള്ള ഇൻഡഗ്യുമെന്റ്. ഇനി രണ്ടാമത് നമ്മൾ അതിന്റെ മേളിൽ കൂടെ വേറെ ഇൻഡഗ്യുമെന്റ് വരയ്ക്കും. ഓക്കെ, അതാണ് നമ്മളുടെ എന്ത് ഇൻഡഗ്യുമെന്റ് ആയിരിക്കും? ഗസ് ചെയ്ത് നോക്ക്. ഔട്ടർ ഇൻഡഗ്യുമെന്റ്. ഇത്രയും മാത്രം വരച്ചാൽ മതി, ഇത്രയും മാത്രം. ഓക്കെ, എന്നിട്ട് അതിനെ നമ്മള് ഇനി എന്ത് ചെയ്യുന്നു? ഓക്കെ, ഇപ്പൊ നമ്മുടെ എംബ്രിയോസാക്ക് കഴിഞ്ഞു, ന്യൂസെല്ലസ് വരച്ചു, പിന്നെന്താ, നമ്മൾ ഇന്നർ ഇൻഡഗ്യുമെന്റ് രണ്ടെണ്ണം വരച്ചു, ഒരു ഔട്ടർ ഇൻഡഗ്യുമെന്റ് വരച്ചു. എന്നിട്ട് ഈ ഔട്ടർ ഇൻഡഗ്യുമെന്റ് ഇങ്ങനെ, അത് ഏറ്റവും പുറത്തുള്ളതാണല്ലോ, അപ്പൊ അതിങ്ങനെ പോട്ടെ, ഇങ്ങനെ ഇപ്പുറത്തോട്ട് പോട്ടെ. എന്നിട്ട് ഇവിടുന്ന് ഈ ഔട്ടർ ഇൻഡഗ്യുമെന്റും ഇങ്ങനെ ഇങ്ങനെ പോകും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കഴിഞ്ഞു: എംബ്രിയോസാക്ക്, ന്യൂസെല്ലസ്, ഇന്നർ ഇൻഡഗ്യുമെന്റ്, ഔട്ടർ ഇൻഡഗ്യുമെന്റ്. ഇനി എന്താന്ന് വെച്ചാ ഇവന്മാർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കല്ലേടാ, ഇവന്മാർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കല്ലേ. അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ സ്പേസ് ഉണ്ടല്ലോ, ഇവന്മാർ അങ്ങനെ നിൽക്കുന്ന കാരണം ഉണ്ടായ ഒരു സ്പേസ്, അല്ലാതെ ഒരു കുഴി അല്ല അത്. പക്ഷെ എന്താണ്, അവരങ്ങനെ നിൽക്കുന്ന കാരണം ഇവരും കുറച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ അത് കാരണം ഇവിടെ ഉണ്ടായ ഒരു സ്പേസ്, അതിനെയാണ് നമ്മൾ മൈക്രോ പൈൽ എന്ന് വിളിക്കുക. എന്തെന്ന് വിളിക്കുക? മൈക്രോ പൈൽ എന്ന് വിളിക്കുക. ഓക്കെ, മൈക്രോ പൈൽ, ആ സ്പേസിനെയാണ് മൈക്രോ പൈൽ എന്ന് വിളിക്കുക. അപ്പം ന്യൂസെല്ലസ് കഴിഞ്ഞു, എംബ്രിയോസാക്ക് കഴിഞ്ഞു, ന്യൂസെല്ലസ് കഴിഞ്ഞു, ഇന്നർ ഇൻഡഗ്യുമെന്റ് കഴിഞ്ഞു, ഔട്ടർ ഇൻഡഗ്യുമെന്റ് കഴിഞ്ഞു, മൈക്രോ പൈലും കഴിഞ്ഞു. ഇനി ആകെ എന്തുണ്ട്? നമ്മൾ നേരത്തെ കണ്ടില്ലേ, നമ്മൾ നേരത്തെ എന്ത് കണ്ടില്ലേന്ന് അല്ലേ? ഇപ്പൊ കാണിച്ചു തരാം. സോറി, നമ്മൾ നേരത്തെ നമ്മളിവിടെ കണ്ടില്ലേ, എന്താ, പ്ലസന്റയിൽ ചേർന്നിട്ടാണ് ഈ വേള് നിൽക്കുന്നത്. പ്ലസന്റയിൽ നിന്ന് അറൈസ് ചെയ്യുന്നു എന്നാ പറഞ്ഞത്, പ്ലസന്റയായിട്ട് ഒട്ടി നിൽക്കുന്നു എന്നാ പറഞ്ഞത് അല്ലേ? അപ്പൊ ആ പ്ലസന്റ് ആയിട്ട് ഒട്ടി നിൽക്കുന്ന ഒരു കമ്പ് വേണ്ട. ഇപ്പൊ നമ്മള് റോസാപ്പൂ, അത് റോസാ ചെടിയിൽ ഒരു തണ്ട് കാരണമാണല്ലോ നിൽക്കുന്നത്. ഇലകള് ചെടികളിലെ തണ്ട് കാരണമല്ലേ നിൽക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു തണ്ട് വേണ്ടേ, ഒരു സ്റ്റോക്ക് വേണ്ടേ, STALK, ആ സ്റ്റോക്കാണ്. മറ്റേ സ്റ്റോക്ക് അതേ സ്പെല്ലിംഗ് തന്നെയാണല്ലോ. അപ്പൊ അതാണ് ഹൈലമല്ല, അതിനാണ് നമ്മൾ ഫ്യൂണിക്കിൾ എന്ന് വിളിക്കുക. ഫ്യൂണിക്കിൾ, FU, ഇതാണ് നമ്മളുടെ എന്ത്, നമ്മളുടെ ഫ്യൂണിക്കിൾ, FUNICLE. ഇനി ഈ ഫ്യൂണിക്കിളും നമ്മുടെ ഒവ്യൂളിന്റെ ബോഡിയും തമ്മിൽ ചേരുന്ന ഈ ഒരു ഭാഗം, ഓക്കെ, ഇവിടെ ഒരു ഭാഗമുണ്ട്, ഔട്ടർ ഇൻഡഗ്യുമെന്റിൽ നിന്ന് വരുന്ന ഈ ഒരു ഭാഗം, അതിന് നമ്മൾ ഹൈലം എന്ന് വിളിക്കും. ഓക്കെ, എന്തെന്ന് വിളിക്കും? ഹൈലം. അപ്പൊ ഹൈലം ഇത് രണ്ടും ചേരുന്ന ഭാഗമായിട്ട് നമ്മൾ അതിനെ ജംഗ്ഷൻ ബിറ്റ്വീൻ ഈ ഫ്യൂണിക്കിൾ ആൻഡ് ഓവറിയുടെ ബോഡി അങ്ങനെയാ പറയാം. ഇത് ഒവ്യൂളിന്റെ ബോഡിയാണ്, ഇത് ഫ്യൂണിക്കിൾ ആണ്. ഫ്യൂണിക്കിൾ ആണ് പ്ലസന്റ് ആയിട്ട് ചേർന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം തൊട്ട് ഒന്നുകൂടെ എല്ലാം പറയാം, എനിക്കൊന്നും മനസ്സിലായി കാണില്ല. പ്ലസന്റ് ഇവിടെ, പ്ലസന്റ് ഒരു കമ്പിനകത്തിരിക്കുക, പ്ലസന്റ് ആയിട്ട് ചേർന്നിരിക്കുന്ന ഈ ഒരു ഭാഗം, ഇതാണ് നമ്മളുടെ എന്ത് ഫ്യൂണിക്കിൾ എന്ന് പറയും. വെയിറ്റ്, അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. ഇനി ആ ഫ്യൂണിക്കിളും ഒവ്യൂളിന്റെ ബോഡിയും തമ്മിൽ ചേരുന്ന ഭാഗമാണ് ഹൈലം. ഈ ജംഗ്ഷൻ ബിറ്റ്വീൻ ഫ്യൂണിക്കിൾ ആൻഡ് ഒവ്യൂളിന്റെ ബോഡി, അത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. പിന്നെ ഏറ്റവും അകത്തുള്ള സാധനം,
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൈക്രോസ്പൊറാൻജിയത്തിന്റെ ഏറ്റവും അകത്തൊരു ഉണ്ടുണ്ട്. അവനെന്തോ VIP ആണ് എന്താ നമുക്ക് ആദ്യം അറിയില്ലായിരുന്നു. അവൻ എല്ലാവരും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, ടപ്പേട്ടം, എപ്പിഡേമിസ്, മിഡിൽ ലെയേഴ്സ്, എൻഡോത്തീഷ്യം. അതുപോലെ ഇവിടുത്തെ ഉണ്ടയാണ് നമ്മുടെ എംബ്രിയോ സാക്ക്. മറ്റവൻ എന്തായിട്ട് മാറി ആ ഉണ്ട? നമ്മുടെ എന്തായിരുന്നു, പോളൻ ഗ്രെയിൻ ആയിട്ട് മാറി അല്ലേ, മൈക്രോസ്പോർ ആയിട്ട് മാറി. അതുപോലെ അപ്പൊ ഈ ഉണ്ട എന്തായിട്ട് മാറും നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. സിനിമയുടെ പോക്ക് കണ്ടിട്ട് എങ്ങോട്ടാ പോകുന്നതെന്ന്. അതെന്തായിട്ട് മാറും? മെഗാസ്പോർ ആയിട്ട് മാറും. അപ്പൊ അവന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ന്യൂസെല്ലസിൽ ആക്ച്വലി നമ്മുടെ ഏറ്റവും നമ്മുടെ മൈക്രോസ്പോറിന് ചുറ്റുമുള്ള ഏറ്റവും അകത്തെ ലെയർ ഏതായിരുന്നു? ഇന്നർമോസ്റ്റ് ലെയർ, ടപ്പേട്ടം. തൊട്ടടുത്ത് കിടക്കുന്ന തൊട്ടടുത്ത് കിടക്കുന്ന ആൾക്കാരാണല്ലേ നറിഷ്മെന്റ് കൊടുക്കുക, ഫുഡ് കൊടുക്കുക, നറിഷ്മെന്റ് കൊടുക്കുക. ടപ്പേട്ടമായിരുന്നു അവിടെ നറിഷ്മെന്റ് കൊടുത്തത്. അപ്പൊ ഇവിടെ നറിഷ്മെന്റ് കൊടുക്കുന്ന ആരാ? നമ്മളുടെ നമ്മുടെ ന്യൂസെല്ലസ്. മറക്കരുത്, ന്യൂസെല്ലസ് ഇനി കുറെ സ്ഥലത്ത് ആവശ്യം വരും കേട്ടോ, നമ്മൾ കുറെ ലാസ്റ്റിലൊക്കെ എത്തുമ്പോഴത്തേക്കും. അപ്പൊ ന്യൂസെല്ലസ് കഴിഞ്ഞ് പിന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രണ്ട് ലെയർ ഉണ്ട്, ഇന്നർ ഇൻഡഗ്യുമെന്റും ഔട്ടർ ഇൻഡഗ്യുമെന്റും. ഇനി ഈ ഇന്നർ ഇൻഡഗ്യുമെന്റും ഔട്ടർ ഇൻഡഗ്യുമെന്റും കാരണം അവിടെ ഒരു സ്പേസ് ഉണ്ടായിട്ടുണ്ട്, അതാണ് മൈക്രോപൈൽ. അപ്പൊ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ രണ്ടാണ് സാധനം പറയാൻ വിട്ടുപോയി. അപ്പൊ പറയാൻ വിട്ടുപോയതല്ല, ഒന്ന് മൈക്രോപൈലാർ പോൾ, ഒന്ന് ചെലാസൽ പോൾ. ഓക്കെ, അതെന്ന് വെച്ചാല് ഒന്നുമില്ല, സ്ട്രക്ചേഴ്സ് അല്ല അത്. ഈ ഒവ്യൂൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിന്റെ ആ മൈക്രോപൈൽ ഇരിക്കുന്ന ഭാഗം, ആ കുഴിയുള്ള ഭാഗം, അതാണ് അതിന്റെ മൈക്രോപൈലാർ പോൾ എന്ന് പറയാം. ആ സൈഡിനെയാണ് നമ്മൾ അതിന്റെ മൈക്രോപൈലാർ എൻഡ് അല്ലെങ്കിൽ മൈക്രോപൈലാർ പോൾ എന്ന് പറയുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് താഴെയുള്ള ബേസ് പോർഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് ചലാസൻ. ഓക്കെ, ഇതൊക്കെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനേ പറ്റൂ, പഠിക്കേണ്ട നിങ്ങളുടെ ജോലിയാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിരുന്ന് ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുവോ, ടെക്സ്റ്റിൽ പോയി ആ ഫിഗർ നോക്കിയാലും മതി. പെട്ടെന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ, തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എന്ത് ചെയ്യാം? ഓക്കെ, ഇനി എന്താണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ മൈക്രോപൈലാർ പോൾ ആൻഡ് ചെലാസൽ പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെ ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടൊക്കെ പഠിക്കും. ഓക്കെ, അപ്പൊ ആ തിരിച്ചിട്ട് പഠിക്കുന്ന സമയത്ത് ഏതാണ് മൈക്രോപൈലാർ പോൾ, ഏതാണ് ചെലാസൽ പോൾ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായി. ഓക്കെ, ഓക്കെ ആണോ? അപ്പൊ മെഗാസ്പൊറാൻജിയം അല്ലെങ്കിൽ ഒവ്യൂളിന്റെ സ്ട്രക്ചർ മനസ്സിലായോ? എങ്കിൽ നമുക്ക് അടുത്ത സാധനത്തിലോട്ട് പോയാലോ? ഒരു ക്വസ്റ്റ്യൻ ആന്ന് വിചാരിച്ചോ. ക്വിസ് ടൈം. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. മെയിൽ ഗെമറ്റോഫൈറ്റ് ഏതാണ്, ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ഏതാണ്? മെയിൽ ഗെമറ്റോഫൈറ്റ് ഏതാ? മൈക്രോസ്പോർ എന്ന് വെച്ചാൽ എന്താ? കേക്കട്ടെ. മൈക്രോസ്പോർ എന്ന് തന്നെ ഞാൻ ആദ്യം എഴുതട്ടെ. മൈക്രോസ്പോർ. ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ഏതാ? മെഗാസ്പോർ അല്ലേ, മെഗാ വലുത്. മെഗാസ്പോറിന്റെ വേറൊരു പേര് എംബ്രിയോസാക്ക്. മറ്റേത് എന്താണ്? പോളൻ ഗ്രെയിൻ ആണ് അല്ലേ? എനിക്ക് തെറ്റുവോ? എനിക്ക് തെറ്റില്ല. മറ്റേ നമ്മുടെ മൈക്രോസ്പോർ എന്താണ്? നമ്മുടെ പോളൻ ഗ്രെയിൻ ആണ്. അപ്പോ അത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളുടെ ഫേവറേറ്റ്, നമ്മുടെ സ്ട്രക്ചർ എല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ ഇവന്റ്. ഇത് അത്രയ്ക്ക് സിമ്പിൾ ആയിരിക്കും, കാരണം നമ്മൾ ഓൾറെഡി മൈക്രോസ്പോറോജനസിസ് കഷ്ടപ്പെട്ട് പഠിച്ചല്ലേ. ഇനിയിപ്പോ മെഗാസ്പോറോജനസിസ് എന്താ സിമ്പിൾ, അതേ സംഭവം തന്നെ ആയിരിക്കും ഇവിടെ നടക്കുക. കുറച്ച് ആൾക്കാരുടെ പേര് മാറുക എന്നല്ലേ ഉള്ളൂ. ഇത് കണ്ടോ, ഒരു പവർഫുൾ ലേഡി ഇവിടെ നിൽക്കുന്നത് മെഗാസ്പോറോജനസിന്റെ. അപ്പൊ പുള്ളിക്കാരിയാണ്. അപ്പൊ മെഗാസ്പോറോജനസിസ് എന്ന് വെച്ചാൽ എന്താ? നമ്മളെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ എന്താണ് ഈവൻസ് ആണ്. അപ്പൊ അതിനു മുമ്പേ ഇത് കണ്ടിട്ട് എന്താ മനസ്സിലായ? നമുക്കൊക്കെ കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലേ, അവരും പഠിച്ച് നല്ല നിലയിൽ എത്തട്ടെ. അപ്പൊ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന പോലെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കുന്ന ആൾക്കാരായിരിക്കും. എങ്കിലും ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയല്ലോ. ഓക്കെ, ഇനിയാണ് നമ്മൾ മെഗാസ്പോറോജനസിസിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാം കമ്പയർ ചെയ്ത് പഠിക്കാം. മൈക്രോസ്പോറോജനസിസ് എന്തായിരുന്നു? PMC അല്ലെങ്കിൽ MMC അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ പോളൻ മിയോസിസ് വഴി മൈക്രോസ്പോർ ആയിട്ട് മാറുന്നു. ഇവിടെ സെയിം, മെഗാസ്പോർ മദർ സെല്ല് മെഗാസ്പോർ ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് മെഗാസ്പോറോജനസിസ് അല്ലേ?
അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പോളൻ മദർ സെൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെൽ ഉണ്ടായിരുന്നു. അതാണ് പിന്നീട് ഇതായിട്ട് മാറിയത്. ഞാൻ മെയിലിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഈ പോളൻ മദർ സെല്ല് എവിടുന്ന ഉണ്ടായേ? ആന്തർ യങ് ആയിരിക്കുന്ന സമയത്ത് സ്പോറജനസ് ടിഷ്യൂ ഉണ്ടായിരുന്നു. എന്തിന്റെ അകത്ത്? എപ്പിഡെർമിസ്, എൻഡോതീഷ്യം, മിഡിൽ ലെയർ, ടപ്പേട്ടം, അതിനകത്ത് സ്പോറജനസ് ടിഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ആന്തർ വലുതായി മെച്ചുവർ ആയി കഴിഞ്ഞപ്പോൾ ആ സ്പോറജനസ് ടിഷ്യൂ എന്തായിട്ട് മാറി? പോളൻ ഗ്രെയിൻ ആയിട്ട്, അല്ല മെഗാസ്പോർ മദർ മൈക്രോസ്പോർ മദർ സെൽ ആയിട്ട് മാറി. അതേപോലെ ഇവിടെ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ? ആ സ്ട്രക്ചർ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നടുക്കൊരു എംബ്രിയോ സാക്ക് ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അത് ഏറ്റവും മെച്ചുവർ ആയിട്ടുള്ള ഒരു ഒവ്യൂളിനെയാണ് നമ്മൾ കണ്ടത്. അതെങ്ങനെ ഉണ്ടാവുന്നു? ആ ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ആയിട്ടുള്ള ആ നടുക്കുള്ള ഞാൻ കട്ടിക്ക് വരച്ച ഉണ്ട എംബ്രിയോ സാക്ക് എങ്ങനെ ഉണ്ടാവുന്നു എന്നാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാവുന്നു, ആ പ്രോസസ്സാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ മേളിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഒവ്യൂളിന്റെ സ്ട്രക്ചർ എടുത്തു, എന്നിട്ട് അതിന്റെ എല്ലാം കണ്ടു, എന്നിട്ട് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എംബ്രിയോ സാക്ക്. ഇനി ആ എംബ്രിയോ സാക്ക് എങ്ങനെ ഉണ്ടായി, പിന്നെ എംബ്രിയോ സാക്കിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് എംബ്രിയോ സാക്ക് എങ്ങനെ ഉണ്ടായി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എംബ്രിയോ സാക്ക് എങ്ങനെ ഉണ്ടായി നോക്കാം. മെഗാസ്പോർ മദർ സെൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഓക്കെ, എന്തുണ്ട്? മെഗാസ്പോർ മദർ സെൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്താണ് ഈ മെഗാസ്പോർ മദർ സെൽ? നമ്മൾ നേരത്തെ പഠിച്ച പോളൻ മദർ സെല്ല് പോലെ അതാണ് പിന്നീട് പോളൻ ആയിട്ട് മാറുന്നത്. അതുപോലെ ഇവിടെ ഇതാണ് പിന്നീട് മെഗാസ്പോർ അല്ലെങ്കിൽ നമ്മളുടെ എംബ്രിയോസാക്ക് ആയിട്ട് മാറുന്നത്. അതൊരു ലാർജ് സെല്ലാണ്, ഡെൻസ് സൈറ്റോപ്ലാസം ആണ്. ഡെൻസ് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ ടെൻഡ് ഓർക്കുക. ഇതെല്ലാം മറ്റേ കേസിലും സെയിം ആയിരുന്നു. ഒരു പ്രൊമിനന്റ് ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, ഒരു വലിയ പ്രൊമിനന്റ് ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ വലിയ ന്യൂക്ലിയസ്. ഇതാണ് ഈ കാണുന്ന ഇത്രയും ഭാഗമാണ് നമ്മളുടെ എന്ത്, നമ്മളുടെ മെഗാസ്പോർ മദർ സെൽ എന്ന് പറയുന്ന സാധനം. ഇതാണ് നമ്മുടെ മെഗാസ്പോർ മദർ സെൽ. അപ്പൊ ഇവിടെ ഇതാണ് പിന്നെ എംബ്രിയോസാക്ക് ആയിട്ട് മാറുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിന് ചുറ്റും ന്യൂസെല്ലസ് കാണുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് പിടികിട്ടി കാണും ഇതെന്താ സംഭവം. നമ്മളെ ഒവ്യൂളിനകത്തുള്ള എല്ലാ ലെയറും കഴിഞ്ഞ് ഏറ്റവും അകത്ത് നമ്മുടെ നറിഷ്മെന്റ് കൊടുക്കുന്ന ആ ലെയർ ന്യൂസെല്ലസ്. ആ ന്യൂസെല്ലസിനകത്ത്, ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എന്താ എഴുതാൻ പോകുന്നത്? നമ്മുടെ ഒവ്യൂളിന്റെ മൈക്രോപൈലാർ റീജിയൻ. ഓക്കെ, ന്യൂസെല്ലസിന്റെ മൈക്രോപൈലാർ റീജിയൻ എന്ന് വെച്ചാൽ എന്താ? മൈക്രോപൈലാർ എൻഡ് എന്ന് വെച്ചാൽ എന്താ? ഇവിടാണ് നമ്മുടെ ഔട്ടർ ഇന്റഗ്യുമെന്റും ഇന്നർ ഇന്റഗ്യുമെന്റും ഇവിടാണ് മൈക്രോപോളൊക്കെ വരുന്നത്, മൈക്രോപൈലൊക്കെ വരുന്നത്. അപ്പൊ ആ ഒരു എൻഡിലേക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഒരു സെല്ലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഒരു സെല്ലുണ്ടാക്കും. ആ സെല്ലാണ് നമ്മുടെ നമ്മുടെ MMC, മെഗാസ്പോർ മദർ സെൽ. ബേസിക് ആണ്, നമ്മൾ നേരത്തെ പഠിച്ച സാധനം. നമ്മളുടെ മൈക്രോസ്പൊറാൻജിയം, മെയിലിൽ എന്താ പഠിച്ച മൈക്രോസ്പൊറാൻജിയം ഉണ്ട്. അത് ഒരു സെല്ലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. സ്പോറോജനസ് ടിഷ്യൂവിനെ എന്തായിട്ട് മാറ്റും? പോളൻ മദർ സെല്ലാക്കും, അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെല്ലാക്കും എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെയും നമ്മുടെ ഒവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാൻജിയം എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു സെല്ലുണ്ടാക്കും. ആ സെല്ല് മെഗാസ്പോർ മദർ സെല്ലാണ്. അതിന് മിയോസിസ് നടക്കും. നേരത്തെ സംഭവിച്ച പോലെ തന്നെ മിയോസിസ് നടക്കും. അപ്പൊ എന്താവും? മെഗാസ്പോർ, മറ്റടുത്ത് മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടായി, ഇവിടെ മെഗാസ്പോർ ടെട്രാഡ് തന്നെ ഉണ്ടാവും. ഓക്കെ, അതെങ്ങനെ ഉണ്ടാവുന്നതാണ് ഈ പിക്ചറിൽ വെച്ചേക്കുന്നത്. ആദ്യം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, അപ്പോൾ ഡയാഡ് ഉണ്ടാവും. പിന്നെ അത് പിന്നെ രണ്ടാവും, അപ്പോൾ ട്രയാഡ് ഉണ്ടാവും. ടെട്രാഡ് ഉണ്ടാവും. അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം എങ്ങനെയാണ്. അതായത് ഒരു 16 നമ്മൾ ഇന്നലെ മറ്റേത് കണ്ട അതേ സാധനം തന്നെ. 16 ക്രോമസോം ഉള്ള ഒരു സെല്ലാണെങ്കിൽ അത് ആദ്യം മിയോസിസ് നടക്കും. അപ്പൊ 8 രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടും. പിന്നെ മൈറ്റോസിസ് നടക്കും. അപ്പൊ 8 ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നോക്ക്. അപ്പൊ ആദ്യം MMC അതെന്തായിട്ട് മാറും? മെഗാസ്പോർ ഡയാഡ് ആയിട്ട് മാറും. ഡയാഡ് എന്ന് വെച്ചാല് രണ്ടെണ്ണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 4 മാറും, വീണ്ടും രണ്ടെണ്ണം, ടെട്രാഡ്. ഇതേ സെയിം സാധനമാണ് നമ്മൾ എഴുതി പഠിച്ചത് മൈക്രോസ്പോറജനസിസിലും പഠിച്ചു. 2 ആവുന്നു, പിന്നെ 4 ആവുന്നു. ഓക്കെ, അപ്പൊ മെഗാസ്പോർ ടെട്രാഡായി.
മറ്റേതിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മൈക്രോസ്പോർ, അത് മൈക്രോസ്പോർ മദർ സെല്ലായി, മിയോസിസ് നടന്നു, മൈക്രോസ്പോർ ടെട്രാഡായി, പിന്നെ എന്താ സംഭവിച്ചത്? അവർ 4 പേരും ഡിസോസിയേറ്റ് ചെയ്തു. 4 പേരും 4 സെപ്പറേറ്റ് ആയി, 4 പോളൻ ഗ്രെയിൻ ആയി. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഞാൻ പറയാം. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 3 പേര് ഡീജനറേറ്റ് ആയി പോകും, നശിച്ചു പോകും. ഓക്കെ, 3 പേര് ഡീജനറേറ്റ് ആയി നശിച്ചു പോകും. ബാക്കി ഒരാൾ മാത്രം റിമെയിൻ ചെയ്യും. ഒരാൾ മാത്രമാണ് ഫങ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോർ. ഒരാൾ മാത്രമാണ് ഫങ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോർ. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിക്കും? ആ ഒരെണ്ണം മാത്രം എംബ്രിയോ സാക്ക് ആയിട്ട്, അതായത് നമ്മളുടെ ഫീമെയിൽ ഗെമറ്റോ ഫൈറ്റ് ആയിട്ട് മാറും, എംബ്രിയോ സാക്ക്. അപ്പോൾ ഒരെണ്ണം മാത്രം, ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോർ മാത്രം എംബ്രിയോ സാക്ക് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്ന് വിളിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്? ഒവ്യൂള് MMC ആയി, പിന്നെ അത് മിയോസിസ് നടന്ന് ടെട്രാഡായി. ടെട്രാഡ് എന്ന് വെച്ചാൽ 4 എണ്ണം, ഇന്നലെ ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ? അപ്പൊ ആ 4 എണ്ണത്തിൽ 3 എണ്ണം ഡീജനറേറ്റ് ആയി പോകും, നശിച്ചു പോകും. ഒരെണ്ണം മാത്രമാണ് ഫങ്ഷണൽ, അത് എംബ്രിയോ സാക്ക് ആവും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഞാൻ ഇന്നലെയും പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചോദിക്കാണ്, നമുക്കറിയാം ഒരു എന്താണ് മൈക്രോസ്പൊറാൻജിയം അല്ലെങ്കിൽ ഒരു PMC പോളൻ മദർ സെൽ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് 4 പോളൻ ഗ്രെയിൻ ആണ് കിട്ടുക, അല്ലെങ്കിൽ മൈക്രോസ്പോർ ആണ് കിട്ടുക. പക്ഷെ ഒരു മെഗാസ്പോർ മദർ സെല്ലേ ഉള്ളൂ എങ്കിൽ, ഒരു ഫീമെയിൽ അല്ലേ, അപ്പം 4 എണ്ണം ഉണ്ടാവും, പക്ഷെ 3 എണ്ണം നശിച്ചു പോകും. ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള എന്താണ് എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ മെഗാസ്പോർ മാത്രമേ നമുക്ക് കിട്ടും, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് മാത്രമേ നമുക്ക് കിട്ടും. അപ്പൊ മെയിൽ ആണെങ്കിൽ × 4, ഫീമെയിൽ ആണെങ്കിൽ ഒരെണ്ണം ആണെങ്കിൽ ഒരെണ്ണം. അപ്പൊ ഞാൻ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു, 100 പോളൻ മദർ സെൽ ആണെങ്കിൽ എത്ര പോളൻ ഗ്രെയിൻ ഉണ്ടാവും? 400 എണ്ണം ഉണ്ടാവും. പക്ഷെ അതേസമയം 100 മെഗാസ്പോർ മദർ സെൽ മാത്രമേ ഉള്ളെങ്കിലോ എത്ര എംബ്രിയോ ഉണ്ടാവും? സോറി, എത്ര എംബ്രിയോ സാക്ക് ഉണ്ടാവും? 100 എണ്ണം മാത്രമേ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ റേഷ്യോ ആയിട്ടൊക്കെ ചോദിക്കാം. ഒരു പോളൻ മദർ സെൽ ഈസ് ടു ഇങ്ങനെയൊക്കെ ചോദിക്കാം, അവർക്ക് ഇഷ്ടമുള്ള പോലെ ചോദിക്കാം. ഒരു MMC തന്നു, അപ്പൊ അതിൽ നിന്ന് എത്ര റേഷ്യോയിലാണ് പോളൻ ഗ്രെയിൻ ഈസ് ടു എംബ്രിയോ സാക്ക് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ 400:100, അതായത് 4:1. അത്രയ്ക്ക് ഡീപ്പായിട്ടൊന്നും ചോദിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇങ്ങനെ ചോദിക്കാം എന്തായാലും. 100 എണ്ണം ഉണ്ടെങ്കിൽ എത്ര എണ്ണം ഉണ്ടാവും, ഇത് 100 എണ്ണം ഉണ്ടെങ്കിൽ എത്ര എണ്ണം ഉണ്ടാവും, അങ്ങനെ ചോദിക്കും. ഓക്കെ, അപ്പൊ ഇത്രേ സാധനങ്ങൾ, ഇത്രേ ഉള്ളൂ മെഗാസ്പോറജനസിസ്. മറ്റേതിന്റെ നേരെ കമ്പാരിസൺ, അതായത് ഒവ്യൂൾ ഉണ്ടാവുന്നു, അത് MMC ആവുന്നു, ടെട്രാഡ് ഉണ്ടാവുന്നു, 3 എണ്ണം നശിക്കുന്നു, ഒരെണ്ണം മാത്രം വർക്ക് ചെയ്യുന്നു, അത് ഫങ്ഷനിലാണ്, അത് മാത്രം ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് മോണോസ്പോർ ഡെവലപ്മെന്റ്. അപ്പം ഒരു എംബ്രിയോ സാക്ക് ഉണ്ടാവുന്നു. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് ബുദ്ധിമുട്ടുള്ള സാധനം ആയിരിക്കാം ചിലപ്പോൾ. അപ്പൊ അതാണിത്, ന്യൂസെല്ലസ് എംബ്രിയോ സാക്ക്. ആ എംബ്രിയോ സാക്ക് ആണ് ഈ എംബ്രിയോ സാക്ക്. മനസ്സിലായോ? മെച്യൂർ ആയിട്ടുള്ള ഒവ്യൂൾ ആണിത്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്, ഇപ്പൊ നമ്മൾ എംബ്രിയോ സാക്കിൻ എങ്ങനെയാണോ ഉണ്ടാവുന്നതെന്ന് പഠിച്ചു. ഇനി എംബ്രിയോ സാക്കിൽ ഇത് ഉറപ്പായിട്ടും വരും. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഇത് ഫുൾ അല്ല, ഇതിന്റെ അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ വരിക. ഇത് 100% ഉറപ്പായിട്ടും നിങ്ങളുടെ ഏതെങ്കിലും ഒരാളുടെയെങ്കിലും ഷിഫ്റ്റില് ചോദിച്ചിരിക്കും. ഞാൻ 100% ഉറപ്പ് പറയാം. ഈ ചാപ്റ്ററിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ ഇല്ലാതെ ഒരു എക്സാം ആരും ഉണ്ടാക്കാൻ ചിന്തിക്കത്ത് പോലുമില്ല. അപ്പൊ എന്താ സംഭവം എന്ന് ഞാൻ പറയാം. എംബ്രിയോ സാക്കിനകത്തുള്ള സെല്ലിന്റെ ഡിസ്ട്രിബ്യൂഷൻ, സെല്ലിനെ ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എംബ്രിയോ സാക്ക് എങ്ങനെ ഇരിക്കുന്നതെന്ന് കണ്ടല്ലേ, എങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി അപ്പൊ അതിനകത്ത് എത്ര സെല്ലുണ്ട്, എങ്ങനെയാണ് സെൽ ഡിസ്ട്രിബ്യൂഷൻ? ഇപ്പൊ എംബ്രിയോ സാക്ക് എന്ന് വെച്ചാൽ ഒരൊറ്റ സെല്ലല്ലേ, ഏതാ? മെഗാസ്പോർ. അത്രയാണ് നമ്മൾ പഠിച്ചത്. ഇനി ആ മെഗാസ്പോർ എങ്ങനെയാണ് എംബ്രിയോ സാക്ക് ആവുന്നത്, എംബ്രിയോ സാക്കിൽ എങ്ങനെയാണ് സെല്ലുകൾ വരുന്നത്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്, ഈ പിക്ചർ കണ്ട മനസ്സിലാക്കാവുന്ന അത്രേ ഉള്ളൂ. ആദ്യം ഒരു ന്യൂക്ലിയസ് മാത്രമുള്ള ഒരു എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ മെഗാസ്പോർ ആണ് നമുക്ക് കിട്ടിയത്. എന്നിട്ട് ഇവിടെ എന്ത് സംഭവിക്കും? അതിലെ ന്യൂക്ലിയസ് മാത്രം
ഡിവൈഡ് ചെയ്യും, 2 ആവും. അപ്പൊ ഇവിടെ സെല്ല് ഡിവൈഡ് ചെയ്യുന്നില്ല. സാധാരണ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും അല്ലേ, 2 ആവും. അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ സൈറ്റോപ്ലാസം കൂടെ ഡിവൈഡ് ചെയ്യും, സൈറ്റോകൈനസിസ് സംഭവിക്കും. മറ്റേത് ഓക്കെ, ന്യൂക്ലിയസ് മാത്രം ഡിവൈഡ് ചെയ്യുന്നതിന് നമ്മൾ കാരിയോകൈനസിസ് എന്നാണ് പറയുക. അല്ല, ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നത് കാരിയോകൈനസിസ്, പിന്നെ ഇത് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുമ്പോൾ സൈറ്റോകൈനസിസ്. അപ്പൊ 2 സെല്ല് നമുക്ക് കിട്ടി. അങ്ങനെയാണ് സാധാരണ സംഭവിക്കുക. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഡിവിഷൻസ് എല്ലാം ഫ്രീ ന്യൂക്ലിയർ ആണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻസ് ആണ്. എന്ന് വെച്ചാൽ ഇതിനെ ഇമ്മീഡിയറ്റ്ലി ഫോളോ ചെയ്തുകൊണ്ട് ഒരു സൈറ്റോകൈനസിസ് അല്ലെങ്കിൽ സെല്ലിന്റെ ഡിവിഷൻ നടക്കുന്നില്ല. ന്യൂക്ലിയസ് മാത്രമാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു എന്താണ് നടക്കുന്നത്? ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ ആണ് നടക്കുന്നത്. ഫ്രീ ന്യൂക്ലിയർ ഡിവിഷനിൽ ആദ്യം 2 ആവും, പിന്നെ നമുക്കറിയാം 2ആയി, 4ആയി, 8ആയി. 8 ന്യൂക്ലിയസ് ആണ് ഒരു എംബ്രിയോ സാക്കിനകത്ത് ഉള്ളത്. എത്ര ന്യൂക്ലിയസ് ആണ്? 8 ന്യൂക്ലിയസ് ആണുള്ളത്. അത് ഓർത്ത് വെച്ചേ, അത് അവസാനം നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. 8 ന്യൂക്ലിയസ് ആണുള്ളത്. അപ്പം ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, എത്ര ന്യൂക്ലിയസ് ആണ് ഒരു എംബ്രിയോയിലുള്ളത് എന്ന് ചോദിച്ചാല്, സോറി, എംബ്രിയോ സൈക്കിളുള്ളത് 8, അതാണ് ആൻസർ. പക്ഷെ ഒരിക്കലും അങ്ങനെ ചോദിക്കില്ല. ന്യൂക്ലിയസ് മാത്രം ഒറ്റയ്ക്കായി ചോദിക്കില്ല, എന്നും കൂടെ ചേർത്ത് ചോദിക്കും, സെല്ലും കൂടെ ചോദിക്കും. അപ്പൊ നമ്മൾ പറയാം 8 ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ എന്തായാലും 8 സെല്ലായിരിക്കുമല്ലോ. പക്ഷെ അങ്ങനെ അല്ല. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചേക്കണം, വളരെയധികം ശ്രദ്ധിച്ചേക്കണം. ഞാൻ പറഞ്ഞു 8 ഉണ്ടല്ലേ, ഞാനത് വരച്ചു കാണിച്ചാലോ? ഹൗ അബൌട്ട് ദാറ്റ്? ഇതൊക്കെ മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് ഓക്കെ, ഭയങ്കര സിമ്പിളാ. ഇത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള സാധനമില്ല. ഇമ്പോർട്ടൻറ്റും ആണ്, അതേപോലെ സിമ്പിളും ആണ്. അപ്പൊ നമുക്ക് 8 ന്യൂക്ലിയസ് ഉണ്ടല്ലേ, എന്ത് സംഭവിക്കും? 8നെ നമുക്ക് ഈക്വൽ ആയിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? നടുക്ക് ഒരു 2 ന്യൂക്ലിയസ് കൊടുക്കാം. ന്യൂക്ലിയസിന് ഞാൻ കളർ മാറ്റിയാലോ? വെറുതെ ബോറിങ് കളർ മാത്രം കൊടുക്കണ്ട, പച്ച. പച്ച ബോറിങ് അല്ല. നടുക്ക് 2 ന്യൂക്ലിയസ് പോവും. ബാക്കി എത്ര ഉണ്ട്? 6 എണ്ണം. 3 എണ്ണം ഇങ്ങോട്ട് പോവും, 3 എണ്ണം ഇങ്ങോട്ട് പോവും. ഇത്രയും ക്ലിയർ ആണോ? നടുക്ക് 2 എണ്ണം പോവും, 3 എണ്ണം ഒരു സൈഡിൽ പോവും, 3 എണ്ണം ഒരു സൈഡിൽ. ഇനി ശ്രദ്ധിച്ചേക്കണേ. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നടുക്ക് മാത്രം ചുറ്റും സെല്ല് വളരില്ല. അതായത് സെൽ വോളൊക്കെ. പിന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവരുടെ ഓരോരുത്തരുടെയും ചുറ്റിനും സെൽ വോള് വളർന്നിട്ട് ഇവർ 3 സെപ്പറേറ്റ് സെല്ലായിട്ട് മാറും. ഓക്കെ, അതുപോലെ താഴെ സംഭവിക്കും. ഇവരുടെ 3 പേരുടെ അടുത്ത് 3 സെൽ വോള് വളരും, എന്നിട്ട് ഇവർ 3 സെല്ലായിട്ട് മാറും. ഓക്കെ, അപ്പൊ നോക്ക്, ഇവിടെ 3 സെല്ല്, ഇവിടെ 3 സെല്ല്. അപ്പൊ നമ്മളോട് ചോദിക്കും, അപ്പൊ ഇത് കണ്ടിട്ട് പറ, എത്ര സെല്ലാണ്, എത്ര ന്യൂക്ലിയസ് ആണ്? ഞാൻ പറയും 8 ന്യൂക്ലിയസ് 6 സെല്ല്. ശരിയാണോ? തെറ്റാണ്. വീണ്ടും നമുക്ക് തെറ്റി. കാരണം നമ്മള് പണ്ട് ബാലരമയിലും കളിക്കുടുക്കയിലൊക്കെ ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളെ വിട്ടുപോയി. നമ്മുടെ പിങ്ക് കളറ്, ഇത് സെല്ലല്ലേ? ഇത് സെല്ലല്ലേ? ഇതൊരു വലിയ സെല്ലല്ലേ? അപ്പൊ 6 സെല്ല് പ്ലസ് 1 സെല്ല്, മൊത്തം എത്ര സെല്ല്? 7 സെല്ലും 8 ന്യൂക്ലിയസും ആണുള്ളത്. 7 സെല്ലും 8 ന്യൂക്ലിയസ്. ഓക്കെ, ഇവരുടെ എല്ലാം പേര്, അതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരുടെ എല്ലാം പേര്, ഈ ഓരോ സെല്ലിൻ്റെയും പേരുകള്, അവരുടെ ഫങ്ഷൻസ്, പിന്നെ നടക്കാൻ പോകുന്നത്, എല്ലാം ഫെർട്ടിലൈസേഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇനി നമ്മള് 3 അപ്പൊ മേളിൽ 3 സെല്ല്, താഴെ 3 സെല്ല് എന്ന് ഞാൻ പറഞ്ഞു. മേളിൽ താഴെ എന്ന് പറഞ്ഞാൽ പറ്റില്ല, കാരണം ഇവരെ തിരിച്ചിട്ടാലും നമുക്ക് മനസ്സിലാക്കണ്ടേ. അപ്പൊ ഞാൻ തൽക്കാലം ഇത് നമ്മളുടെ സോറി, ചലാസലൻഡ് കൊടുക്കാന്ന് വിചാരിച്ചു. ചലാസലൻഡ്, ഇത് നമ്മളുടെ മൈക്രോ പൈലാർ എൻഡ് ആണെന്ന് വിചാരിച്ചോ. ഇനി നമുക്ക് എല്ലാവർക്കും പേര് കൊടുത്താലോ? ഇവന്മാരുടെ പേരാണ് പോളാർ ന്യൂക്ലിയൈ. പോളാർ 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 ന്യൂക്ലിയൈ പഠിച്ചോ? ഇപ്പൊ തന്നെ പോളാർ ന്യൂക്ലിയൈ. എത്ര എണ്ണം ഉണ്ട് പോളാർ ന്യൂക്ലിയൈ? 2 എണ്ണം ഉണ്ട്. എത്ര പോളാർ ന്യൂക്ലിയൈ ഉണ്ട്? 2 എണ്ണം ഉണ്ട്.
അപ്പൊ നമ്മൾ ഈ പോളാർ ന്യൂക്ലിയയുടെ ചുറ്റുമാണ് സെല്ല് വരാത്തത് അല്ലേ? ഇവന്മാരുടെ ചുറ്റും സെല്ല് വരേണ്ട ആവശ്യമുണ്ടോ? കാരണം ഇവന്മാർക്കല്ലേ ഏറ്റവും മെയിൻ സെല്ലുള്ളത്. ആ മെയിൻ സെല്ലായതുകൊണ്ട് നമ്മൾ അവനെ എന്തെന്ന് വിളിക്കും? സെൻട്രൽ സെൽ എന്ന് വിളിക്കും. സെൻട്രൽ സെൽ. സെൻട്രൽ ജയിലിലെ സെല്ലല്ല, ചാളിയല്ലേ ഞാൻ അടിക്കുന്ന മൊത്തം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൈക്രോ പൈലാർ എൻഡില് ഇവന്മാര് മൂന്നുപേരും എന്ന് പറഞ്ഞാല് ചലാസൽ എൻഡാണ്. ചലാസൽ എൻഡ് തന്നെ നമുക്ക് നല്ല ബോറടി ആയിരുന്നു കണ്ടപ്പോ അല്ലേ? ബേസ് ആണെന്നേ ഉള്ളൂ, വേറെ പ്രത്യേകത ഒന്നുമില്ല. അവിടെ ആരും ഇല്ല, അവിടെ ഒരു ഫംഗ്ഷനും ഇല്ല. അപ്പൊ ഇവിടെ ചലാസൽ എൻഡിൽ മൂന്ന് മണ്ടന്മാരിരിപ്പുണ്ട്. അവന്മാരെ കൊണ്ട് നമുക്ക് ഉപയോഗം എന്താണെന്നൊന്നും ആർക്കും അറിയില്ല, വെറുതെ അവിടെ ഇരിപ്പുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവന്മാരുടെ പേരാണ് ആന്റിപോഡൽസ്. ആന്റിപോഡൽസ് നിങ്ങൾക്ക് അത് ഓർത്ത് വയ്ക്കാൻ വേണ്ടി എന്തും ആലോചിക്കാവുന്നതാണ്. ആ ആന്റിപോഡൽസ് ഓർത്ത് വയ്ക്കുക. പക്ഷെ ചലാസൽ എൻഡിൽ ആരാണ്? ആന്റിപോഡൽസ്. ഉപയോഗമില്ല. മൈക്രോ പൈലാർ എൻഡിൽ ഭയങ്കര ഉപയോഗമുള്ള കുറെ ആൾക്കാരാണ്. അപ്പം ഇവരെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന മൈക്രോ പൈലാർ എൻഡിലുള്ള എല്ലാരെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എഗ് അപ്പാരറ്റസ്. അയ്യോ, ഇപ്പൊ നമുക്ക് മനസ്സിലായി കാണും എന്താണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. പോളൻ ഗ്രെയിൻ പോലെ. പോളൻ ഗ്രെയിനകത്ത് എന്തുണ്ടായിരുന്നു? ഒരു വെജിറ്റേറ്റീവ് സെല്ല്, ഒരു ജനറേറ്റീവ് സെല്ല്. ഈ ജനറേറ്റീവ് സെല്ലാണ് രണ്ട് മെയിൽ ഗമേറ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ രണ്ട് മെയിൽ ഗമേറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഫീമെയിൽ ഗമേറ്റ് വേണ്ട ഫീമെയിൽ ഗാമറ്റോഫൈറ്റില്. അപ്പൊ ഇതിനകത്ത് പക്ഷെ 7 സെല്ലുണ്ട്, 8 ന്യൂക്ലിയസ് ഉണ്ട്. അതിൽ താഴെ ഈ എഗ് അപ്പാരറ്റസിലെ ഏറ്റവും നടുക്കുള്ള ഏറ്റവും വലിയ സെല്ലാണ് നമ്മുടെ എഗ്. നമ്മുടെ റാണി, നമ്മുടെ രാജ്ഞി. ഈ റാണിയുടെ കൂടെ 2 തോഴിമാരുണ്ട്. തോഴിമാരുടെ പേരാണ് സൈനർജിഡ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ 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 അധികം ഇമ്പോർട്ടൻ്റ് ആണ് സൈനർജിഡ്സ്. അപ്പൊ എഗ് അപ്പാരറ്റസ് എന്ന് വെച്ചാൽ എന്തൊക്കെ കൂട്ടിച്ചേരുന്നതാണ്? ഒരു എഗ് പ്ലസ് 2 സൈനർജിഡ് കൂടി ചേരുന്നതാണ് ഒരു എഗ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇനി ഒരു പ്രത്യേകത, ഇവർക്ക് ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമല്ല, ഒരു ചെറിയ സെല്ലുലാർ തിക്കനിങ്സ് ഉണ്ട് ഇവരുടെ അടിയിൽ. ഓക്കെ, ഇവരുടെ താഴെ ഇങ്ങനെ സെല്ലുലാർ തിക്കനിങ്സ് ഉണ്ട്. അതായത് ഇങ്ങനെ ചുമ്മാ ചുമ്മാ ചെറിയ ചെറിയ കുറച്ച് കട്ടി. അതിന്റെ ഫംഗ്ഷൻ നമ്മൾ പിന്നെ പഠിക്കും. പക്ഷെ ഇപ്പൊ അവന്മാര് റിസപ്ഷനിസ്റ്റ് പോലെയാണ് ഈ സൈനർജിഡ് എന്ന് വെച്ചാൽ. ഈ റാണിയുടെ അടുത്തോട്ട് നമ്മളുടെ കല്യാണം കഴിക്കാൻ വേണ്ടി നമ്മളുടെ പോളൻ ഗ്രെയിൻ പിന്നെ വരുന്നൊരു ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഒരു സീനുണ്ട് ഈ സിനിമയിൽ. അപ്പൊ ആ സമയത്ത് നമ്മുടെ തോഴിമാര് റിസപ്ഷനിസ്റ്റ് പോലെയാണ്. അവരാണ് നമ്മുടെ മെയിൽ ഗമേറ്റിങ്ങിനെ ഇങ്ങനെ ആനയിച്ച് ഗൈഡ് ചെയ്യാന്ന് പറയും. ഗൈഡ് ദ പോളൻ ട്യൂബ്സ് ഇൻ ടു ദ എഗ് അപ്പാരറ്റസ്, അല്ലെങ്കിൽ എഗ്ഗിലേക്ക് പോളൻ ട്യൂബ്സിനെ ഗൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള തോഴികളാണ്. തോഴികളുടെ പേരെന്താ? രണ്ടുപേർക്കും ഒരേ പേരാ, സൈനർജിഡ്, സൈനർജിഡ്. ഓക്കെ, ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? യൂസ്ലെസ് ആന്റിപോഡൽസ്, പോളാർ ന്യൂക്ലിയൈ, അതിരിക്കുന്ന സെല്ലാണ് സെൻട്രൽ സെൽ. താഴെ എഗ് അപ്പാരറ്റസ്, എഗ് അപ്പാരറ്റസിൽ ഒരു സെല്ല്, സോറി ഒരു എഗ്, 2 സൈനർജിഡ്. ഇത്രയും സംഭവം മനസ്സിലായോ? അപ്പൊ ഒന്ന് എണ്ണി നോക്ക്. ഇവിടെ 6 സെല്ല്, ഇവിടെ 6 സെല്ല്, ഒരു വലിയ സെല്ല്, 7 സെല്ല്. ഇവിടെ 8 ന്യൂക്ലിയസ് മൊത്തത്തിലുണ്ട്. അപ്പൊ നമ്മൾ ഇവരെ എന്താ വിളിക്കുന്നതെന്ന് അറിയോ? 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റ്. ഓക്കെ, നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണത്. 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മളുടെ എന്തിൽ നടക്കുന്നത്? ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ടുള്ള എംബ്രിയോ സാക്കില് നടക്കുന്നത്. അത് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പഴയ സ്ലൈഡിലേക്ക് പോയിട്ട് അതൊന്ന് മനസ്സിലാക്കിയാലോ? എന്തല്ലേ മനസ്സിലാക്കാൻ കഷ്ടപ്പാട്. നോക്ക്, ഇതൊരു എംബ്രിയോ സാക്ക്, 8 സെല്ലുണ്ട്, 3 അങ്ങോട്ട് പോയി, 3 ഇങ്ങോട്ട് പോയി. ഇവർക്ക് രണ്ടുപേർക്കും ചുറ്റും സെല്ല് വളർന്നു. ആവശ്യമില്ലാത്ത ചലാസൽ എൻഡിൽ ആന്റിപോഡൽസ് ഉണ്ട്. ഇവിടെ എഗ് അപ്പാരറ്റസ് ഉണ്ട്, സൈനർജിഡ്സ് 2 ഒരു എഗ്, പിന്നെ അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടി ഫിലിഫോം അപ്പാരറ്റസ്, തിക്കനിങ്സ്. തിക്കനിങ്സിന്റെ പേര് പറയാൻ ഞാൻ മറന്നു, ഫിലിഫോം അപ്പാരറ്റസ് ആണ്. അപ്പോ എംബ്രിയോ സാക്കിന് എത്ര സെല്ലുണ്ട്? മൊത്തം 7 സെല്ലുണ്ട്. 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള
ഒരു ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ ഉള്ളത്. ചെലാസിൽ എൻഡിൽ 3 സെല്ലാണുള്ളത്, ആന്റിപോഡൽസ്. മൈക്രോബൈലർ എൻഡിൽ 3 സെല്ലാണ്, ഒരു എഗ്, 2 സൈനർജിഡ്. അതുപോലെ നടുക്ക് പോളാർ ന്യൂക്ലിയ അതിരിക്കുന്ന സെല്ലാണ് സെൻട്രൽ സെൽ. ഇനി അടുത്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് മെഗാസ്പൊറാഞ്ചിയം? മെഗാസ്പൊറാഞ്ചിയായിട്ട് അസോസിയേറ്റ് ചെയ്യാത്തത്. മെഗാസ്പൊറാഞ്ചിയം എന്ന് വെച്ചാൽ എന്താ? മെഗാസ്പൊറാഞ്ചിയത്തിന്റെ വേറൊരു പേര്, കോമൺ നെയിം ആയിരിക്കും, നമുക്ക് ഓർത്തിരിക്കാണ്. മൈക്രോസ്പൊറാഞ്ചിയം അല്ല, മെഗാസ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞാൽ ഒവ്യൂളാണ്. അപ്പോൾ ഒവ്യൂളിന്റെ ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ഫ്യൂണിക്കിൾ, ഇൻടെഗ്യുമെന്റ്, ജനറേറ്റീവ് സെൽ, മൈക്രോപൈൽ. ഫ്യൂണിക്കിൾ എന്ന് പറഞ്ഞാൽ ഒവ്യൂളും പ്ലസന്റയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒവ്യൂളിന്റെ ഒരു പാർട്ടാണ്. സോ മെഗാസ്പൊറാഞ്ചിയം ആയിട്ട് അസോസിയേറ്റഡ് ആണ്. ഇൻടെഗ്യുമെന്റ്, ഓക്കെ, അതും ഒവ്യൂളിന്റെ പാർട്ടാണ്. ഒരു ഇന്നർ ഇൻടെഗ്യുമെന്റ് ഉണ്ട്, ഒരു ഔട്ടർ ഇൻടെഗ്യുമെന്റ് ഉണ്ട്. പിന്നെ വരുന്നതാണ് ജനറേറ്റീവ് സെൽ. ജനറേറ്റീവ് സെൽ എന്തായിരുന്നു? നമ്മളുടെ പോളൻ ഗ്രെയിനകത്തുള്ള 2 ടൈപ്പ് സെല്ലാണ്: വെജിറ്റേറ്റീവ് സെൽ, ജനറേറ്റീവ് സെല്ല്. അതിലെ ജനറേറ്റീവ് സെല്ലാണ് എന്ത്? അപ്പൊ അത് ഒവ്യൂളുമായിട്ട് ബന്ധപ്പെട്ടാണോ? അല്ല, ഒവ്യൂളുമായിട്ട് ബന്ധപ്പെട്ടതല്ല. പിന്നെ മൈക്രോപൈലും ഒവ്യൂളുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? ഇൻടെഗ്യുമെന്റ്സ് കാരണം വരുന്ന ഒരു ചെറിയ ഹോൾ അല്ലെങ്കിൽ ഒരു കുഴി, അതാണ് മൈക്രോപൈൽ. മൈക്രോപൈലർ എൻഡ് എന്ന ഒവ്യൂളിന് ഒരു എൻഡ് ഉണ്ട്. അപ്പൊ ഇതിലെ ആൻസർ ഏതാണ്? ഇത് മൂന്നും അല്ല, ജനറേറ്റീവ് സെല്ലാണ് ഇവിടുത്തെ ആൻസർ. ശരിയാണോ നോക്കാം. ജനറേറ്റീവ് സെല്ലാണ് ആൻസർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്: പോളൻ ഗ്രെയിൻസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ഹൈ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഭാഗത്തുനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വരും. പോളൻ ഗ്രെയിൻസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ഹൈ ടെമ്പറേച്ചർ ആൻഡ് സ്ട്രോങ് ആസിഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഏത് കെമിക്കലാണ്? സ്പോറോപോളനിൻ. നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല, സ്പോറോപോളനിൻ ആണ് കറക്റ്റ്. അപ്പോൾ ബാക്കിയുള്ള ആൻസേഴ്സ് എന്തുകൊണ്ട് തെറ്റായി നോക്കുകയാണെങ്കിൽ, കൊളാജനെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ പെക്റ്റിൻ ആൻഡ് സെല്ലുലോസ്. പെക്റ്റിനും സെല്ലുലോസും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഇൻടൈൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, മറ്റേത് എന്ത് ആണ്? എക്സൈൻ ആണ്. അപ്പൊ ഇതിലെ ആൻസർ ഏതാണ്? സ്പോറോപോളനിൻ ആണ് ആൻസർ. ശരിയാണോ നോക്കാം. സ്പോറോപോളനിൻ ആണ് ആൻസർ. അപ്പൊ ഇതെന്താണ്? നമ്മൾ ലെവൽ 2 കംപ്ലീറ്റ് ചെയ്തു, അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്? ലാസ്റ്റ് 3ാമത്തെ ലെവലാണ് ഉള്ളത്, അത് നമ്മുടെ പോളിനേഷൻ. അപ്പൊ പോളിനേഷൻ എന്താണ്? പോളിനേഷൻ നമുക്ക് എന്താണ് പോളിനേഷൻ നമുക്ക് ഓൾറെഡി അറിയാലേ. എന്താണ്? ഒരു പൂവിൽ നിന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലാന്റ്സിന് മൂവ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്താണ്? അവര് ഏജൻസിനെ വയ്ക്കും. അതാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. പോളിനേഷൻ എന്ന് പറഞ്ഞാല് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ്. ഓക്കെ, പോളൻ ഗ്രെയിൻസിന്റെ ട്രാൻസ്ഫർ ആണ്. പോളൻ ഗ്രെയിൻസിന് എവിടുന്ന് എങ്ങോട്ടേക്ക്? ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു ആന്തർ ഓഫ് എ ഫ്ലവറിൽ നിന്ന് സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ. ഓക്കെ, ഒരു മെയിൽ ഫ്ലവറിന്റെ ആന്തറിൽ നിന്ന് ഒരു ഫീമെയിൽ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? പോളിനേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്കൊരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് വേറെ സാധനം കൊടുത്തു, നമ്മളിപ്പോൾ ഊബർ പാഴ്സൽ ചെയ്യല്ലേ, അല്ലെങ്കിൽ സ്വിഗ്ഗി സൊമാറ്റോ വഴിയൊക്കെ എന്തെങ്കിലും ഒരു ഫുഡൊക്കെ ഓർഡർ ചെയ്യും. അപ്പൊ അതുപോലെയാണ് ഇവരും എന്താണ് ഇങ്ങനെ കൊടുത്തുവിടുന്നത്. പോളൻ ഗ്രെയിൻസിനെ മറ്റുള്ള ഏജൻസിന്റെ കയ്യിൽ, കുറെ ഏജൻസ് ഉണ്ട്, അതിന്റെ കയ്യിൽ കൊടുത്തുവിടുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏജൻസ് ഓഫ് പോളിനേഷൻ നമ്മൾ പഠിക്കും. അതിനു മുമ്പ് നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളതാണ് ടൈപ്സ് ഓഫ് പോളിനേഷൻ. ഓക്കെ, എന്താണ് ടൈപ്സ് ഓഫ് പോളിനേഷൻ? എത്ര ടൈപ്സ് ഓഫ് പോളിനേഷൻ ഉണ്ടെന്ന് അറിയാം. നമ്മൾ പണ്ടൊക്കെ പഠിക്കായിരുന്നു സെൽഫ് പോളിനേഷൻ, ക്രോസ് പോളിനേഷൻ എന്ന് പഠിക്കായിരുന്നു. അതായത് സ്വയമുള്ള ഒരു പോളിനേഷനും അതുപോലെ ക്രോസ് പോളിനേഷൻ വേറൊരു പ്ലാന്റിലേക്കുള്ള. പക്ഷെ അത് മാത്രമല്ല, നമുക്ക് ആക്ച്വലി 3 ടൈപ്പ് ഓഫ് പോളിനേഷൻ ആണ് ഉള്ളത്. ഓക്കെ,
ആദ്യത്തേത് ഓട്ടോഗാമി. രണ്ടാമത്തത് ഗീറ്റോണോഗമി. മൂന്നാമത്തത് ക്സെനോഗമി. ഓട്ടോഗമി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സെൽഫ് ലവ് എന്നൊക്കെ പറയില്ലേ, സ്വയം ഉള്ള പോളിനേഷൻ ആണ്. അതായത് ഒരു ഫ്ലവറിൽ തന്നെ ഒരു മെയിലും ഫീമെയിലും ഉണ്ടായിട്ട് അതിലെ മെയിൽ പോളൻ ഗ്രെയിൻ തന്നെ അതിന്റെ ആ ഫ്ലവറിലെ തന്നെ സ്റ്റിഗ്മയിലേക്ക് പോയി ലാൻഡ് ചെയ്യുന്നതിനാണ് ഓട്ടോഗമി എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ പിക്ചർ കാണാം. അടുത്ത ഗീറ്റോണോഗമി എന്ന് വെച്ചാൽ ഒരു പ്ലാന്റിലെ തന്നെ ഒരേ പ്ലാന്റിൽ തന്നെ ഡിഫറെന്റ്, നമ്മൾ നെയ്ബർ ക്രഷ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ എന്താണ് ഒരു പ്ലാന്റിലെ തന്നെ പോളൻ ഗ്രെയിൻ അതേ പ്ലാന്റിലെ വേറൊരു ഫ്ലവറിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഗീറ്റോണോഗമി എന്ന് പറയാം. ഇനി സെനോഗമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്സ് പോലെ, അതായത് ഒരു പ്ലാന്റ് അതുപോലെ വേറൊരു പ്ലാന്റ്, രണ്ട് ഡിഫറെന്റ് പ്ലാന്റിലുള്ള എന്താണ് ഒരു പോളൻ ഗ്രെയിൻ വേറൊരു പ്ലാന്റിന്റെ സ്റ്റിഗ്മയിൽ ലാൻഡ് ചെയ്യുന്നതിനാണ് സെനോഗമി എന്ന് പറയുന്നത്. അപ്പം പിക്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആദ്യം ഓട്ടോഗമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സെൽഫ് പോളിനേഷൻ, അതായത് ഇതൊരു ഫ്ലവറാണ്, ഒരൊറ്റ ഫ്ലവറാണ്. അതിൽ തന്നെ എന്തൊക്കെയുണ്ട്? ആന്തർ ഉണ്ട്, അതായത് സ്റ്റേമൻ ഉണ്ട്, പിന്നെ ഒരു പിസ്റ്റിൽ ഉണ്ട്. അപ്പൊ ഇതിലെ ആന്തറിൽ നിന്നും അതേ പ്ലാന്റിന്റെ സ്റ്റിഗ്മയിലേക്ക് പോകുന്നതിനാണ് നമ്മൾ ഓട്ടോഗമി എന്ന് പറയുക. അപ്പൊ ഇതിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്? ഒരു ഓട്ടോഗമി നടക്കണമെങ്കിൽ അതിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സിൻക്രോണൈസേഷൻ ബിറ്റ്വീൻ പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റെസെപ്റ്റിവിറ്റി. പോളൻ റിലീസ് എന്ന് വെച്ചാൽ നമുക്കറിയാം, പോളൻ റിലീസ് ചെയ്യുക, ഡെഹിസൻസ്. സ്റ്റിഗ്മ റെസെപ്റ്റിവിറ്റി എന്ന് വെച്ചാൽ ഏത് സമയത്താണോ സ്റ്റിഗ്മ പോളനെ റിസീവ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളത്, റീപ്രൊഡക്ഷന് റെഡി ആയിട്ടുള്ളത്, മെച്ചൂർ ആവുന്നത്, അതിനാണ് റെസെപ്റ്റിവിറ്റി എന്ന് പറയാം. ഇത് രണ്ടും തമ്മിലൊരു സിൻക്രോണൈസേഷൻ, നമ്മളിപ്പോൾ പറയത്തില്ല സിംഗിൾ പോണം. അതായത് ആന്തർ എപ്പോഴാണോ റിലീസ് ആവുന്നത് അപ്പൊ തന്നെ സ്റ്റിഗ്മയും റിസെപ്റ്റീവ് ആവുകയാണെങ്കിൽ മാത്രമേ ഓട്ടോഗമി നടക്കൂ ഒരു ഫ്ലവറിൽ, ഇല്ലെങ്കിൽ ആന്തർ വേറെ പ്ലാന്റിൽ പോകും. അതുപോലെ ക്ലോസ് പ്രോക്സിമിറ്റി ഓഫ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ, അതായത് ആന്തറും സ്റ്റിഗ്മയും അടുത്തടുത്താണ് ഇരിക്കുമെങ്കിൽ മാത്രമേ ഓട്ടോഗമി നടക്കുള്ളൂ. പിന്നെ നമുക്ക് പറയാനുള്ളതാണ് നമ്മളുടെ പ്ലാന്റ്സിൽ ഓട്ടോഗമി നടക്കുന്ന കുറെ പ്ലാന്റ്സിൽ രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന പ്ലാന്റ്സ് ഉണ്ട്. ഒരേ പ്ലാന്റ്സ് തന്നെ, ഇപ്പൊ വയോള, കോമൺ പാൻസി എന്നാണ് അതിന്റെ കോമൺ നെയിം. അതുപോലെ ഒക്സാലിസ്, കൊമ്മലീന, ഈ പ്ലാന്റ്സിനെ കുറിച്ചെല്ലാം പറയുകയാണെങ്കിൽ ഇവര് രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ടാക്കും. ഒന്ന് കാസ്മോഗാമസ് ഫ്ലവേഴ്സ്, രണ്ട് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ്. കാസ്മോഗാമസ് ആൻഡ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ്. കാസ്മോഗാമസ് എന്ന് വെച്ചാൽ ഓപ്പൺ ഫ്ലവർ ആണ്, ക്ലീസ്റ്റോഗാമസ് എന്ന് വെച്ചാൽ ക്ലോസ്ഡ് ഫ്ലവർ ആണ്. ഓക്കെ, അപ്പൊ ചോദിക്കും ഇതെങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും, ഏതാണ് ഓപ്പൺ ഏതാണ് ക്ലോസ്ഡ്? കാസ്മോഗാമസ് എന്ന് പറഞ്ഞു നോക്കിയാൽ കാസ്മോ വാ തുറന്നിട്ടാണ് നമ്മൾ കാസ്മോ എന്ന് പറയാം. അപ്പോൾ കാസ്മോഗാമസ് ആണ് ഓപ്പൺ ഫ്ലവർ. ക്ലീസ്റ്റോഗാമസ് എന്ന് വെച്ചാൽ നമ്മൾ വാ തുറക്കേണ്ട ആവശ്യമില്ല, അടച്ചിട്ടാണ് പറയും. അപ്പൊ അതാണ് ക്ലോസ്ഡ് ഫ്ലവർ. അപ്പോ രണ്ട് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന പ്ലാന്റ്സ് ഉണ്ട്, കാസ്മോഗാമസ് ആൻഡ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ഉണ്ട്. ഇനി ക്ലീസ്റ്റോഗാമിയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പോളിനേറ്റേഴ്സ് ഇല്ലെങ്കിലും, നമുക്ക് ബീസ് ഇല്ല, വിൻഡ് ഇല്ല, വാട്ടർ ഇല്ലെങ്കിൽ പോലും ക്ലോസ്ഡ് ഫ്ലവർ ആയതുകൊണ്ട് ആന്തർ സ്റ്റിഗ്മ അടുത്തായിരിക്കും. അപ്പം ആന്തർ പുറത്തേക്കൊന്നും പോവില്ല, ക്ലോസ്ഡ് ആയതുകൊണ്ട് അതിനകത്ത് തന്നെ ആന്തർ റിലീസാവും. അതിനകത്ത് സ്റ്റിഗ്മയെ തന്നെ ആന്തർ കയറിയിട്ട് അവിടെ എന്തായാലും പോളിനേറ്റേഴ്സ് ഇല്ലെങ്കിൽ പോലും സീഡ് ഫോർമേഷൻ ഗ്യാരണ്ടീഡ് ആണ്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഗ്യാരണ്ടീഡ് ആണ്. ഇനി അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറയുകയാണെങ്കിൽ ഓട്ടോഗാമിയുടെ അല്ലെങ്കിൽ ക്ലീസ്റ്റോഗാമസിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പോളിനേറ്റേഴ്സ് ഇല്ല, വേറെ പ്ലാന്റിൽ പോവില്ല. അപ്പൊ എന്ത് സംഭവിക്കും? സെയിം പ്ലാന്റിൽ തന്നെ വീണ്ടും റീപ്രൊഡക്ഷൻ നടക്കും. അപ്പൊ ജനറ്റിക് വേരിയേഷൻ വരില്ല. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്തിനാണ് നമ്മൾ നടത്തുന്നത്? രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിൽ എന്താണ് റീപ്രൊഡക്ഷൻ നടക്കുമ്പോഴാണ് നമുക്ക് ജനറ്റിക് വേരിയേഷൻ കിട്ടുക. രണ്ട് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇതിന്റെ പുതിയൊരു വെറൈറ്റി കിട്ടുക. പക്ഷെ ജനറ്റിക് വേരിയേഷൻ നടക്കുന്നില്ല. ഇൻബ്രീഡിങ് ഇങ്ങനെ വീണ്ടും കുറേ പ്രാവശ്യം ഒരേ പ്ലാന്റ് തന്നെ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻബ്രീഡിങ് ഡിപ്രഷൻ നടക്കും. എന്താണ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ? ഒരേ പ്ലാന്റ് തന്നെ
റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, അവരുടെ ജനറ്റിക് മെറ്റീരിയലിൽ ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ വീണ്ടും വീണ്ടും ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കില്ലേ? ഡൊമിനേറ്റ് ചെയ്ത് നിന്ന് വീണ്ടും വീണ്ടും ഓരോ ജനറേഷൻ കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ ഒന്നെങ്കിൽ കൂടി കൂടി വരും, അല്ലെങ്കിൽ ഒരു അതിനാണ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്ന് പറയാം. പുറത്തുള്ള ഇതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതാണ് ഓട്ടോഗാമിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇതാണ് കാസ്മോഗ്യാമസ് ആൻഡ് ക്ലീസ്റ്റോഗ്യാമസ് എന്ന് പറയാം. ഇത് കണ്ടോ, ഈ ഒരു പ്ലാന്റിൽ തന്നെ ഓപ്പൺ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട്, അതാണ് കാസ്മോഗ്യാമസ്. അതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട്, ഇതാണ് ഓപ്പൺ കാസ്മോഗ്യാമസ്. ഇതാണ് ക്ലീസ്റ്റോഗ്യാമസ്, ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്ലവർ. അതുപോലെ ഈ ഒരു പ്ലാന്റിൽ ഓപ്പൺ ഫ്ലവർ ഉണ്ട്, ഓപ്പൺ ആണ് കാസ്മോഗ്യാമസ്. ഈ ക്ലോസ്ഡ് ഫ്ലവർ ആണ് ക്ലീസ്റ്റോഗ്യാമസ്. ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇത് മൂന്നെണ്ണത്തിന്റെ ഒരു കമ്പാരിസൺ ആണ്. ഓട്ടോഗാമി, ഗീറ്റോണഗാമി, ക്സെനോഗാമിയുടെ കമ്പാരിസൺ ആണ്. ഓട്ടോഗാമി എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോഗാമി എന്ന് പറഞ്ഞാല് സെൽഫ് ആയിട്ടുള്ള ഇത് ഇവിടെ നോക്ക്, ഇതൊരൊറ്റ ഫ്ലവർ, ആ ഒരു ഫ്ലവറിനകത്ത് തന്നെ ആന്തറിന്ന് ആ ഒരു ഫ്ലവറിന്റെ തന്നെ സ്റ്റിഗ്മയിലേക്ക് പോവാം അല്ലെ? അപ്പൊ അതാണ് ഓട്ടോഗാമി. ഗീറ്റോണഗാമി എന്ന് വെച്ചാൽ എന്താ? ഒരു പ്ലാന്റ് തന്നെ, പ്ലാന്റ് കണ്ടോ, സെയിം പ്ലാന്റ് ആണ്, പക്ഷെ രണ്ട് ഡിഫറെന്റ് ഫ്ലവർ ആണ്. അപ്പൊ ഒരെണ്ണത്തിന്റെ ആന്തറിന്ന് വേറൊരെണ്ണത്തിന്റെ സ്റ്റിഗ്മയിലേക്ക് പോവാ. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. അതാണ് ഗീറ്റോണഗാമി ഈസ് ഫങ്ഷണലി ക്രോസ് പോളിനേഷൻ. ഫങ്ഷണലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ക്രോസ് പോളിനേഷൻ ആണ്. അതായത് വേറെ രണ്ട് ഡിഫറെന്റ് ഫ്ലവർ അല്ലേ, അപ്പൊ ഫങ്ഷണലി നോക്കുകയാണെങ്കിൽ വേറെ ഫ്ലവറിൽ നിന്ന് വേറെ ഫ്ലവറിൽ പോകുന്നു, അപ്പൊ ക്രോസ് പോളിനേഷൻ ആണ്. പക്ഷെ ജനറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് സെൽഫ് പോളിനേഷൻ. ഓക്കെ, അപ്പൊ ഗീറ്റോണഗാമിയുടെ പ്രത്യേകതയാണ് ഇറ്റ് ഈസ് ഫങ്ഷണലി ക്രോസ് പോളിനേഷൻ, പക്ഷെ ജനറ്റിക്കലി നോക്കുകയാണെങ്കിൽ അത് സെൽഫ് പോളിനേഷൻ ആണ്. കാരണം ഒരേ ജനറ്റിക് മെറ്റീരിയൽ അല്ലേ വരുന്നത്. നമ്മൾ നേരത്തെ ഇൻബ്രീഡിങ് ഡിപ്രഷൻ പറഞ്ഞു. അപ്പൊ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് എന്താ, നമ്മളുടെ അടുത്തടുത്തുള്ള റിലേറ്റീവ്സ്, ബ്ലഡ് റിലേറ്റീവ്സ് കല്യാണം കഴിക്കാം എന്ന് പറയുന്ന കാര്യം. അപ്പോഴും ജനറ്റിക് മെറ്റീരിയൽ എന്താണ്, ഓൾമോസ്റ്റ് സിമിലാരിറ്റി കൂടുതലാണ്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഒരേ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, ജനറ്റിക് അസുഖം ഉണ്ടെങ്കിൽ അത് ആ കുട്ടിക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേ സംഭവമാണ് നമ്മളുടെ എവിടെയും നടക്കുന്നത്, ഇവിടെയും നടക്കുന്നത്. അപ്പൊ ഞാൻ ഇതുവരെ പറയാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നോക്കട്ടെ. ഇല്ല, ഇതുവരെ കണ്ടോ നമ്മുടെ സ്വിഗ്ഗി സൊമാറ്റോ ഡെലിവറിക്കാര്, അവരാണ് ഇവര്. ഇവരുടെ കയ്യിലാണ് നമ്മൾ നമ്മുടെ പോളൻ ഗ്രെയിൻ കൊടുത്തിടുക. ഓക്കെ. അപ്പൊ ഇനി സെനോഗമിയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, പോളിനേഷന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് കഴിഞ്ഞു. ഓക്കെ, സെനോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? സെനോഗമി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഡിഫറെന്റ് പ്ലാന്റിലുള്ള രണ്ട് ഡിഫറെന്റ് ഫ്ലവേഴ്സ് തമ്മിലുള്ള, അതായത് ഒരു പ്ലാന്റിൽ നിന്നുള്ള ഫ്ലവറിൽ നിന്ന് പോളൻ എടുത്ത് വേറൊരു പ്ലാന്റിലെ ഫ്ലവറിലേക്ക്, സ്റ്റിഗ്മയിലേക്ക് കൊണ്ടുവിടുന്നതാണ് എന്തെന്ന് പറയുന്നത്, സെനോഗമി എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം പറയണം. അപ്പം ഒരു മെച്യൂർ എംബ്രിയോ സാക്ക് ഓഫ് ആൻ ആൻജിയോസ്പേം എസ് എത്ര ന്യൂക്ലിയസ്? 8 ന്യൂക്ലിയസ്, 7 സെൽഡ്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. 7 സെൽഡ് 7 ന്യൂക്ലിയസ് അല്ല, 7 സെൽഡ് 6 ന്യൂക്ലിയേറ്റ് അല്ല, 7 സെൽഡ് 4 ന്യൂക്ലിയേറ്റ് അല്ല. കാരണം ഇവിടെ 3 എണ്ണം, ഇവിടെ 3 എണ്ണം, ആന്റിപോഡൽസിന് 3 സെല്ലുണ്ട്, എഗ്ഗിന് സെല്ലുണ്ട്, സൈനർജെറ്റ്സിന് സെല്ലുണ്ട്. സെല്ലില്ലാത്തത് പോളാർ ന്യൂക്ലിയയ്ക്ക്, പക്ഷെ അതിനൊരു സെൻട്രൽ സെല്ലുണ്ട്. അപ്പൊ മൊത്തം 7 സെല്ല് 8 ന്യൂക്ലിയസ്. അപ്പൊ അതാണോ കറക്റ്റ് ആൻസർ എന്ന് നോക്കാം. അതെ, അതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഡിപ്ലോയിഡ് ഓർഗാനിസംസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് അണ്ടർഗോസ് മിയോസിസ്? ഡിപ്ലോയിഡ് ഓർഗാനിസംസിൽ ഇതിൽ ആരാണ് മിയോസിസ് അണ്ടർഗോ ചെയ്യുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, വെജിറ്റേറ്റീവ് സെല്ലിൽ നടക്കുന്നുണ്ടോ മിയോസിസ്? ഇല്ല. വെജിറ്റേറ്റീവ് സെൽ എന്ന് വെച്ചാൽ അബണ്ടന്റ് ഫുഡ് റിസർവ് ആണ്, അവിടെ ഡിവിഷനേ നടക്കുന്നില്ല, അപ്പൊ അതല്ല. പിന്നെ സ്പോറോജിനസ് ടിഷ്യൂവിൽ മിയോസിസ് നടക്കുന്നില്ല. അവർ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് PMC അല്ലെങ്കിൽ MMC ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് മിയോസിസ് നടന്നിട്ടാണ്
പിന്നാണ് പോളൻ ഗ്രെയിൻ, അതായത് നമ്മളുടെ മൈക്രോസ്പോർ ഉണ്ടാകുന്നത്. ഇനി പോളൻ ഗ്രെയിൻ നോക്കുകയാണെങ്കിൽ പോളൻ ഗ്രെയിനിലും മിയോസിസ് നടക്കുന്നില്ല. പക്ഷെ ഇവിടെ ഡിവിഷൻ നടക്കുന്നുണ്ട് ജനറേറ്റീവ് സെല്ലിന്. പക്ഷെ അവരെന്താ, മൈറ്റോസിസ് നടന്നിട്ട് കാരണം ഇവർ ഓൾറെഡി ഹാപ്ലോയിഡ് ആണ്, അതായത് പകുതി സെല്ലുള്ള ആൾക്കാരാണ്, പകുതി ക്രോമസോം ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവര് മൈറ്റോസിസ് നടന്നിട്ടാണ് പിന്നെ എന്ത് സംഭവിക്കുന്നത്, മെയിൽ ഗമേറ്റ്സ് ഉണ്ടാക്കുന്നത്. പിന്നെ നോക്കുമ്പോൾ സൈനർജെറ്റ്സില് നടക്കുന്നില്ല. സോറി, സ്പോറോജനസ് ടിഷ്യൂ ഇല്ല, ഓരോ സെല്ലാണല്ലോ പോളൻ മദർ സെല്ല്. അപ്പൊ ഇവിടെ മിയോസിസ് നടക്കുന്നുണ്ട്. അപ്പൊ സ്പോറോജനസ് ടിഷ്യൂ ആണ് കറക്റ്റ് ആൻസർ. ബാക്കി നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കുമ്പോൾ സ്പോറോജനസ് ടിഷ്യൂ അല്ലെങ്കിലും ബാക്കി ഒന്നും എന്തായാലും അവിടെ നടക്കുന്നില്ല. ഓക്കെ, ഇതാണ് എലിമിനേഷൻ മെത്തേഡ്. ബാക്കിയൊന്നും നടക്കുന്നില്ല. അപ്പോൾ സ്പോറോജനസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ സെല്ലാണ് പോളൻ മദർ സെൽ. അവിടെ മിയോസിസ് നടക്കുന്നുണ്ട്. അപ്പോൾ സ്പോറോജനസ് ടിഷ്യൂ ആവണം ആൻസർ. ഓക്കെ, ബാക്കിയുള്ള പോളിനേഷൻ അതുപോലെ ടൈപ്സ് ഓഫ് പോളിനേഷൻ, ഡബിൾ ഫെർട്ടിലൈസേഷൻ എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.